അമൃതാത്മാക്കളെ, നമ്മൾ കർത്തൃത്വത്യാഗം, ഭോക്തൃത്വത്യാഗം അതിൻ്റെ അർത്ഥത്തിൽ തേന തെക്തേന ഭുഞ്ചീത എന്നത് കണ്ടുവരികയായിരുന്നുവെന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണ്. ഇവിടെ കർമ്മണ്യേ വ്യാധികാരസ്തേ മാഫലേഷു കദാചന എന്ന് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട്. അതുകൊണ്ട് കർമ്മത്തിൽ അധികാരമുണ്ട്, ഫലത്തിലില്ല. അതാണ് ഭോക്തൃത്വ ത്യാഗം. ഭോക്തൃത്വ പരിത്യാഗത്തിനുള്ള നിർദ്ദേശമാണ് അത്. അതേ ഭഗവാൻ വീണ്ടും പറയുന്നുണ്ട്, കരോഷി യദസ്നാസി തത് കുരുഷ്വമതർപ്പണം. അതിൻ്റെ അർത്ഥം കർത്തൃത്വഭാവ പരിത്യാഗ, കർത്തൃത്വം പരിത്യജിക്കുക. അതിൻ്റെ വിവരണമാണ് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഏത് കാര്യം കിഞ്ചിജ്ഞനായ മനുഷ്യൻ വിചാരിക്കുന്നുവോ അത് നടക്കണം എന്ന് മനുഷ്യൻ ആഗ്രഹമുണ്ട്, നടക്കാറില്ല. പൂർവപൂർവ പുണ്യമനുസരിച്ച് മാത്രമാണ് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്. വർത്തമാന പുണ്യങ്ങൾ നഷ്ടമാവുകയും പാപങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് കുറെ നടക്കുകയും കുറെ നടക്കാതിരിക്കുകയും ചെയ്യുക. ഭൂമിയിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുക, വേണ്ട വിധം ജീവിക്കാൻ കഴിയുക, ഇതൊക്കെ ചെയ്യുന്നത് പുണ്യമൊന്നുകൊണ്ടാണ്. എവിടെ നമുക്ക് പുണ്യം നഷ്ടപ്പെടും എന്ന് തോന്നുന്നുവോ ആ കൂട്ടുകെട്ടുകളും അത്തരം സംഘങ്ങളും അപ്പോൾ നിർത്തുന്നവനെയാണ് ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത്. ഓരോ സ്ഥലത്തും ചെന്നു ചേരുന്നതും ചേക്കേറുന്നതും പ്രിയം കൊണ്ടാവരുത്, പൂർവാനുസാരിയായ കർമ്മം കൊണ്ടായിരിക്കണം. എപ്പോൾ അത്തരം കർമ്മബീജങ്ങൾ തീർന്നുവോ അപ്പോൾ ആ കർമ്മ അവിടെ വെച്ച് നിർത്തണം. എവിടെയായിരുന്നാലും, ഗൃഹത്തിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും അതിലുള്ള സാമർഥ്യമാണ് ജീവിതം, കർമ്മമല്ല ജീവിതം. തുടങ്ങാനോ കർമ്മത്തെ വളർത്തുവാനോ പുതിയതിൽ നിന്ന് ആരംഭിക്കുവാനോ ഒന്നും ബുദ്ധിമുട്ടില്ല. ലോകം അതിനെയാണ് പ്രശംസിക്കുന്നത്. അസ്വസ്ഥതകളുടെ മുഴുവൻ കാരണവും അതുതന്നെയാണ്. തുടങ്ങുന്നതിനെക്കുറിച്ചും വളർത്തുന്നതിനെക്കുറിച്ചുമല്ല ബുദ്ധിമാൻ പഠിക്കുന്നത്, നിർത്തുന്നതിനെക്കുറിച്ച്. പ്രിയം എല്ലാ ബന്ധങ്ങൾക്കും കാരണമാണ്. അവിടെയാണ് സകല കർമ്മങ്ങളുടെയും ആവിർഭാവവും അതിലുണ്ടാകുന്ന കർത്തൃത്വവും ഭോക്തൃത്വവും. ലോകം പ്രശംസിക്കുന്നത് കർത്തൃത്വത്തെയാണ്, ലോകം പ്രശംസിക്കുന്നത് ഭോക്തൃത്വത്തെയുമാണ്. ലോകപ്രശംസയിൽ കർത്തൃത്വത്തിൻ്റെ മഹത്വവും ഭോക്തൃത്വത്തിൻ്റെ മഹത്വവും വർണ്ണിക്കുമ്പോൾ കർത്തൃത്വ ഭോക്തൃത്വാദികളിൽ നിന്ന് മോചനം നേടാൻ വഴിയില്ലാതെ വിഷമിക്കുകയാണ് ലോകം ചെയ്യുന്നത്. പ്രിയം കൊണ്ട് ആരംഭിക്കുകയും പ്രിയം കൊണ്ട് തന്നെ വേർപെടുകയും ചെയ്യുക എന്നുള്ളതാണ് ലോക സ്വഭാവം. പ്രിയം വരുന്നു എന്ന് കണ്ട് വേർപെടുന്നത് സ്വഭാവത്തിൽ കുറവാണ്.
പ്രിയാധിക്യമെല്ലാം ദുഃഖമാണ്. വ്യക്തികൾ തമ്മിലുള്ള പ്രിയത്തിൽ ആരംഭിക്കുന്ന എല്ലാ കർമ്മവും ദുഃഖമാണ്, പൂർണ്ണമല്ല, സമർപ്പണ ബുദ്ധിയുള്ളതല്ല എന്നുള്ളതാണ്. ആത്മപ്രിയം കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുന്നവർ വളരെ അപൂർവമാണ്. ഇത് എന്നോടുള്ള പ്രിയം കൊണ്ടാണ്, ഇത് ഞാൻ കാരണമാണ്. ഇതെനിക്ക് വേണ്ടിയാണ്. ഇങ്ങനെയുള്ളവരെയാണ് അധികവും കാണുന്നത്. അതാണ് ദുഃഖത്തിന് കാരണം. അതുകൊണ്ട് കർത്തൃത്വവും ഭോക്തൃത്വവും ത്യജിക്കുക. അതാണ് ഭഗവത്ഗീതയിൽ വളരെ ഉയർന്ന തലത്തിൽ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ എന്ന് പറഞ്ഞിട്ടുള്ളത്. ശ്രുതിയിലും ഇത് പറഞ്ഞിട്ടുണ്ട്. സ ഏവ സാധു കർമ്മ കരയതി ഇത്യാദി. അങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നവനായാൽ ചെയ്യുന്നവന് ബോധ്യമാകും ഞാനൊരു നിമിത്തം മാത്രമാണ്. പ്രശംസകളൊക്കെ ഭഗവാനുള്ളതാണെന്ന് അവൻ തിരിച്ചറിയും. ആര് പ്രശംസിച്ചാലും പ്രശംസിച്ചില്ലെങ്കിലും പ്രശംസിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ജാതിപ്രിയം കൊണ്ട്, ഗോത്രപ്രിയം കൊണ്ട്, ശരീരപ്രിയം കൊണ്ട്, വാസനാജാലങ്ങളുടെ പ്രിയം കൊണ്ടാണോ പ്രശംസിക്കുന്നത്, അതിൽ തന്നെ നിന്നുകൊണ്ടാണോ നിന്ദിക്കുന്നത്? സ്തുതി നിന്ദകളെ സമമായി വിചാരിക്കുന്നവൻ ഇത് പ്രത്യേകം തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ അവൻ മനസ്സിലാക്കും താൻ നിമിത്തം മാത്രമാണ്. അങ്ങനെ സ്വരൂപത തന്നെ സർവകർമ്മത്യാഗത്തിന് വേണ്ടി പറയുന്നു. ഭഗവത്ഗീത അവസാനം അവിടെ കൊണ്ടേ എത്തിക്കുന്നത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഇവിടെ സ്വരൂപതഃ കർമ്മത്യാഗം പറഞ്ഞു. അവിടെ എത്തുമ്പോഴാണ് ത്യജധർമ്മം അധർമ്മം ച. മഹാഭാരതകാരനായ വ്യാസൻ ധർമ്മവും അധർമ്മവും ത്യജിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ അവസ്ഥയിലേക്കെത്താൻ ഇപ്രകാരം മഹാഭാരതത്തിലെ ശ്ലോകത്തെ ഭാഷ്യകാരൻ ഭഗവത്പാദരും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ ഒരു ശ്ലോകം നമ്മൾ കണ്ടിട്ടുമുണ്ട് ഈ അർത്ഥത്തിൽ. അതുകൊണ്ടാണ് അറിഞ്ഞവിടെ എത്തുമ്പോൾ ധർമ്മവും അധർമ്മവും ത്യജിക്കുന്നിടത്തെത്തുമ്പോഴാണ് സന്ധ്യാവന്ദനാദികളൊക്കെ നിലയ്ക്കുന്നത്. സന്ധ്യാവന്ദന ഭദ്രമസ്തു ഭവത ഭോ സ്നാനതുഭ്യം നമ ഭോ ദേവാ വിതരശ്ചതർപ്പണവിധൗ നാഹം ക്ഷമക്ഷമ്യതാം എത്ര ക്വാപി നിഷദ്യ യാദവ കുലോത്തംസം സസ്യകം സദ്വിഷ സ്മാരം സ്മാരമഖം തമലം മന്യേകമന്യേ നമേ. ഭക്തി, ജ്ഞാനം ഇവ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ രാജ്യത്ത് ഭക്തിയും ജ്ഞാനവും തമ്മിൽ വർണ്ണനാഭേദം മാത്രമാണുള്ളത്. ഭഗവത്ഗീതയുടെ 12-ാം അധ്യായം ഭക്തിയോഗവും 2-ാം അധ്യായം ജ്ഞാനയോഗവും എടുത്തു നോക്കിയാൽ വ്യത്യാസമൊന്നുമില്ല എന്ന് ബോധ്യമാവും. കാരണം അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അംശത്തിൽ
ഭാരതീയ ദർശനം രണ്ടിനെയും ഒരിടത്താണ് കൊണ്ടെത്തിക്കുന്നത്. വർണ്ണനാഭേദം മാത്രമേ ഉള്ളൂ. സന്ധ്യാവന്ദനാദി വന്ദനങ്ങളിൽ നിന്ന് സർവസംഘ പരിത്യാഗി വിട്ടുനിൽക്കുന്നു. അദ്ദേഹം പറയുന്നു, എവിടെയെങ്കിലും ഏകാന്തത്തിൽ പോയിരിക്കണം. കാമനാരൂപമായ കംസന്റെ അന്ത്യം കുറിക്കുന്ന പരബ്രഹ്മ പരമാത്മാവിനെ എനിക്ക് സ്മരിച്ച് നിധിധ്യാസനം ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത്, എത്ര ക്വാപി നിഷദ്യ യാദവ കുലോത്തംസ അസ്യകം കംസദ്വിഷ. ആ കംസനെ ദ്വേഷിച്ചിട്ട് സ്മാരം സ്മാരമഖം തദലം മന്യേകമന്യേ നമ. ആ കംസനെ ദ്വേഷിച്ച്, ഏത് കംസൻ? എൻ്റെ കാമനകളാകുന്ന കംസനെ. ക മൂർധാവ് സുഖം എന്നൊക്കെ അർത്ഥമുണ്ട്. ക ആമ പച്ചയായ സുഖം. ഏതൊരു പച്ചയായ സുഖമാണോ അത് തന്നെ കംസൻ. ശാസ്ത്രമനുസരിച്ച് പുറത്തെ കംസനെ കുറിച്ചേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അകത്തുള്ള കംസനെയും അകത്തുള്ള കൃഷ്ണനെയും കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. പച്ചയായി എന്തെല്ലാം സുഖങ്ങളുണ്ടോ, ആത്മവിഷയകങ്ങളല്ലാത്ത വൈഷയികങ്ങളായ എന്തെല്ലാം സുഖങ്ങൾ ഉള്ളിൽ തോന്നുന്നുണ്ടോ അതെല്ലാം കംസനാണ്. ഏതൊന്ന് ആത്മവിഷയകമായിരിക്കുന്നുവോ അത് കൃഷ്ണനുമാണ്. എപ്പോൾ ആത്മബുദ്ധി ഉദിക്കുന്നുവോ അപ്പോഴെല്ലാം കംസവധം നടക്കുന്നുണ്ട്. ഒരു മനുഷ്യനിൽ നിരന്തരമാണ് ആത്മവിഷയകമായ ബുദ്ധിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ കംസവധം നടക്കുന്നത്. അനുനിമിഷം ലൗകികങ്ങളായ സുഖഭോഗങ്ങൾക്കു വേണ്ടി ആഗ്രഹിക്കുന്ന മനസ്സിനെ എപ്പോഴെല്ലാം തിരിച്ചാത്മബുദ്ധിയിലേക്ക് വലിക്കുന്നുവോ അപ്പോഴെല്ലാം നടക്കുന്നത് കംസവധമാണ്. ആ കംസനെ നിഗ്രഹിച്ച യാദവകുലോത്തംസത്തെ, കൃഷ്ണനെ എനിക്ക് ഏകാന്തത്തിൽ പോയിരുന്നു. ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ ബന്ധങ്ങൾ ഉണ്ടാകുന്നു, വീണ്ടും വീണ്ടും ഞാൻ ബന്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. അതുകൊണ്ട് കർമ്മം ചെയ്യുക എന്നുള്ളത് നിസ്സംഗമായി എനിക്കാവുന്നില്ല. വേണ്ട എന്ന് വിചാരിച്ച് കർമ്മങ്ങളെ പരിത്യജിച്ച് പോയാലും പോകുന്നിടത്തെല്ലാം വരുന്ന ആളുകളുമായി എൻ്റെ പൂർവാനുമതികൾ കൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാകും. ഏതോ യാദൃച്ഛികത കൊണ്ടെന്ന പോലെ, ഏതോ അച്ഛനമ്മമാരുടെ ആഗ്രഹം കൊണ്ട് ഞാൻ ആ കുലത്തിൽ വന്ന് ജനിച്ചു. പ്രിയം കൂടിക്കൂടി വരുമ്പോഴെല്ലാം ദ്വേഷം എനിക്കുണ്ടായി. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ തീരുമാനങ്ങളും അവരുടെ തീരുമാനങ്ങളും അവരുടെ ആഗ്രഹങ്ങളും തമ്മിലുള്ള നിരന്തരമായ സംഘർഷത്തിൻ്റെ ലോകത്തു നിന്ന് അതീവ വെറുപ്പോടെ പിരിഞ്ഞു. ചെന്നിടത്ത് പുതിയ കൂട്ടുകെട്ടി.
അവിടെയും ഞാൻ വെറുത്തു. അടുത്തടുത്തേക്ക് പോവുകയാണ്. എൻ്റെ കർമ്മങ്ങളൊന്നും തീർന്നല്ല ഞാൻ പോകുന്നത്. കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന വാസനകളെ പഠിച്ചിട്ടല്ല ഞാൻ പോകുന്നത്. കർമ്മവാസനയുടെയും ഫലവാസനയുടെയും ലോകങ്ങളിൽ നിന്ന് മുക്തനായിട്ടല്ല ഞാൻ പോകുന്നത്. പറിച്ചെറിഞ്ഞ കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ആവർത്തനത്തിലെല്ലാം പ്രിയവും അപ്രിയവും ഉണ്ടാവുക. എന്തൊരു ജന്മമാണ്! അതുകൊണ്ട് ഞാൻ എൻ്റെ സന്ധ്യാവന്ദനത്തോട് വരെ വിട പറഞ്ഞ് ഏകാന്തതയിലിരുന്ന് കംസാരിയായ ഭഗവാനെ നിത്യനിരന്തരമായി ധ്യാനിച്ച് ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ മോചനം നേടാൻ, പരബ്രഹ്മ പരമാത്മാവിനെ നിധിധ്യാസനം ചെയ്ത് എല്ലാ അന്യകർമ്മങ്ങളും അതുമാത്രം ചെയ്ത് അന്യകർമാദികളിൽ നിന്നെല്ലാം അവിടെ എനിക്ക് കിട്ടാനൊന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. ഈ അർത്ഥത്തിൽ മാഗൃഥ കസ്യ സിദ്ധനം കൊണ്ട് സർവകർമ്മ സന്യാസത്തിൻ്റെ കാര്യം പറയുന്നു. അപ്പോഴൊരു ചോദ്യം ഉണ്ടാവും, കർമ്മവും ചെയ്തു എന്നുള്ളത് കൊണ്ട് എന്താണ് ഹാനി? വാസനകൾ ഉണ്ടാകുന്നു എങ്കിൽ അതാണ് ഹാനി. എന്തിന് കർമ്മങ്ങളെ നിഷേധിക്കണം? നിഷേധം ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്ത്? കർമ്മം കൊണ്ട് മാത്രമാണ് സമസ്ത സംസാരവും നിലനിൽക്കുന്നത്. അതുകൊണ്ട് എന്തിന് കർമ്മത്തെ ഉപേക്ഷിക്കണം? ശ്രുതിയും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുമുണ്ടല്ലോ. യത് സപ്തന്നാനി മേധയാ തപസ്സ അജനയത് പിത ഏകമസ്യ സാധാരണം ദ്വേ ദേവാൻ അഭാജയത് ത്രീണ്യാത്മനെ കുരുത പശുഭ്യേകം പ്രായച്ഛത്. ഈ സംസാരം സപ്താന്ന സർഗാത്മകമാണ്. ഇതെങ്ങനെ സപ്താന്ന സർഗാത്മകമായി? 7 അന്നങ്ങൾ അതിൻ്റെ സൃഷ്ടിയാണ്. മേധയാ തപസ്സ, സപ്ത അന്നങ്ങളും ഉണ്ടാകുന്നത് മേധ കൊണ്ടും ബുദ്ധി കൊണ്ടും തപസ്സുകൊണ്ടുമാണ്. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് പണം കൊടുത്തിട്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നതെന്നാണ്. ഉണ്ടാവില്ല. പൂർവന്മാർ മേധയുള്ളവരും തപസ്സുള്ളവരുമാണെങ്കിൽ സപ്താന്നങ്ങൾ പിന്നീടുണ്ടാകും. അനുഭവിക്കുന്നവന് മേധയും തപസ്സും ഇല്ലാത്തതുകൊണ്ട് അത് അസ്തമിക്കുന്നതിൻ്റെ ഉത്കണ്ഠയുണ്ടാവും. ഇന്ന് നിങ്ങളെല്ലാം അനുഭവിക്കുകയാണ്. ഇന്നലെ ഒരു ലോകം മേധ കൊണ്ടും തപസ്സുകൊണ്ടും ഉണ്ടാക്കുക മാത്രമായിരുന്നു. ഭൂമി വർദ്ധിച്ചില്ല. 1950-ലും 1940-ലും 1000 വർഷം മുമ്പും ഉണ്ടായിരുന്ന ഭൂമി തന്നെ ഇപ്പോഴും ഉള്ളൂ. പൃഥ്വിയും അപ്പും ജലവും ഒന്നും വർദ്ധിച്ചില്ല. ജനസംഖ്യ മാത്രമേ വർദ്ധിച്ചുള്ളൂ. പക്ഷെ നിങ്ങളുടെ ബുദ്ധിമാന്മാരായ എക്കണോമിസ്റ്റുകളും കൃഷിശാസ്ത്രകാരന്മാരും ഒക്കെ എഴുതി പിടിപ്പിക്കുന്നത് വിഡ്ഢികളായ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ
മനുഷ്യൻ വർദ്ധിച്ചില്ലെന്നും ഭൂമി വർദ്ധിച്ചുവെന്നും ഉൽപാദന പ്രക്രിയ വർദ്ധിച്ചുവെന്നും അത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ നേട്ടമാണെന്നും കരുതുന്നു. നിങ്ങളുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, നിങ്ങളുടെ പശു ഡിപ്പാർട്ട്മെൻറ്റ്, നിങ്ങളുടെ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് മറിച്ചേ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എഴുതി പിടിപ്പിക്കുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ സത്യമാണെന്ന് വായിച്ചിരിക്കുമ്പോൾ അല്പം ബോധം, ലേശം വെളിവ്, തന്തയുടെയും തള്ളയുടെയും വെളിവിൻ്റെ ലേശം അംശം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ബോധ്യമാകുമായിരുന്നു ഈ ലോകത്ത് ഇതുവരെ ഭൂമി വർദ്ധിച്ചിട്ടില്ല. ജനസംഖ്യ വർദ്ധിച്ചിട്ടുമുണ്ട്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ ഉണ്ടായിട്ടും ദാരിദ്ര്യം കുറഞ്ഞത് പൂർവന്മാരുടെ മേധയുടെയും തപസ്സിൻ്റെയും ഫലമായുണ്ടായ സപ്താന്ന സർഗം കൊണ്ടാണ്. നിങ്ങളിന്ന് കഴിക്കുന്ന ഒരു സാധനവും പന്മനയുടെ പരിസര പ്രദേശങ്ങളിലെ ഭൂമിയിൽ നിന്ന് വിളയിച്ചെടുത്തതല്ല. ഇന്നലെ നിങ്ങളുടെ പൂർവികർ കഴിച്ചത് മുഴുവൻ പന്മനയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് വിളയിച്ചെടുത്തത് മാത്രമാണ്. Am I right? Am I right? നുണയാണോ? 10 പൈസയുടെ സാധനം ഇവിടെ വിളയിപ്പിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഭൂമി മുഴുവൻ. പക്ഷേ പണ്ട് ദാരിദ്ര്യവും ഇന്ന് ദാരിദ്ര്യമില്ലായ്മയുമാണ്. എങ്ങനെ ഇത് കോറിലേറ്റ് ചെയ്യും? വിളയിപ്പിക്കൽ കുറഞ്ഞു. പാടശേഖരങ്ങൾ മുഴുവൻ വെറുതെ ഇട്ടിട്ടും കിലോ കണക്കിന് അരിയുടെ ചോറ് പറമ്പിൽ കളയാനുണ്ട്. ഇസ് ഇറ്റ് റൈറ്റ്? പാടശേഖരങ്ങൾ മുഴുവൻ പണിയെടുത്ത് വിളയിപ്പിച്ചിട്ടും കഞ്ഞി കുടിക്കാൻ തികഞ്ഞില്ല. മനസ്സിലായില്ല? പറമ്പ് നിറച്ച് തണൽ തരുന്ന മാവുകൾ നിന്നിട്ടും പിള്ളേർ മാഞ്ചോട്ടിലൂടെയെല്ലാം ഓടി നടന്ന് പെറുക്കി തിന്നുകയായിരുന്നു ദാരിദ്ര്യത്തോടെ. മാവ് മുഴുവൻ വെട്ടിച്ചുട്ടിട്ടും മാങ്ങ സുലഭമായിട്ട് ചീച്ചു കളയുകയാണ് വണ്ടിയുടെ ഡിക്കിയിലും മറ്റും. Am I right? No. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവിടെയാണ് പ്രാചീനൻ വളരെയധികം പോകുന്നത്. 7 അന്നങ്ങളും മേധയിൽ നിന്നും തപസ്സിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. തപസ്സിനെ പറ്റി പറയുമ്പോൾ യജ്ഞാതിരൂപ ബാഹ്യ കർമ്മത്തെ പറയുന്നു. കർമ്മം ഏവം ഉപാസന കൊണ്ട് എന്ന് പറഞ്ഞാൽ ബാഹ്യകർമ്മവും മാനസകർമ്മവും കൊണ്ട് പിതാവ് പ്രജാപതി യജമാനൻ സപ്താന്ന സർഗമുണ്ടാക്കി. സമസ്ത സംസാരവും അദൃഷ്ട പരിണാമമാണ്. ചിലത് സാക്ഷാത്തായും ചിലത് പരമ്പരാരൂപമായും. അവിടെ അന്നം എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തെ അല്ല, അത് പിന്നീട് അതിൽ നിന്ന് സ്ഥൂലമായി വരുന്നതാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എല്ലാം അന്നശബ്ദത്തിൽ സംഗൃഹീതമാണ്. പൃഥ്വി, ജലം ആയവയെല്ലാം ഭോഗ്യമാണ്. സാക്ഷാത്തായും പരമ്പരയായും എല്ലാവർക്കും ഇത് ഭോഗസാധനമാണ്. ചിലർക്ക് ചിലത് സുഖദായിയും ചിലർക്ക് ചിലത് ദുഃഖദായിയുമാണ്. ശരീരകർമ്മജന്യ അംശം കൊണ്ട് ശരീര സുഖദുഃഖ ഹേതുവും മാനസകർമ്മജന്യ അംശം കൊണ്ട്
മാനസ സുഖദുഃഖഹേതുവും ആണ്. അപ്പൊ ശരീരത്തിൻ്റെ സുഖം, മനസ്സിൻ്റെ സുഖം എല്ലാം വേറെ വേറെയാണ്. ഓരോരുത്തർക്കും വേറെ വേറെയാണ്. ഒരാളിന് സുഖമെന്ന് തോന്നുന്നതല്ല മറ്റൊരാൾക്ക് സുഖമെന്ന് തോന്നുന്നു. അതുകൊണ്ട് സുഖം ദുഃഖം എന്നത് കേവലം ഭ്രാന്തിയാണ്. ഒരാൾ കഴിച്ചിട്ട് നന്നായിരിക്കുന്നു എന്ന് പറയുന്ന ആൾ മറ്റൊരാൾ പറയും എവിടം കൊണ്ടാടാ കഴിച്ചത്, ഇതാണോ വായി വെച്ച് കഴിക്കാൻ കൊള്ളുമോ എന്ന് ചോദിക്കും. ശരിയല്ല. അതുകൊണ്ട് വളരെ വിഷമമാണ് തൃപ്തിപ്പെടുത്താൻ. അതാണിന്ന് കുടുംബങ്ങളിലൊക്കെ പറ്റിയിരിക്കുന്നത്. പണ്ട് അമ്മയാണിത് വിളമ്പുന്നതൊക്കെ, അവളുടെ സ്നേഹം കൊണ്ടാണിത് സുഖമാകുന്നത്. ഒരു വസ്തുവിൻ്റെ സുഖം സ്നേഹത്തിലധിഷ്ഠിതമാണ്, പ്രിയത്തിലധിഷ്ഠിതമാണ്. വസ്തുവിന് സുഖമില്ല. പഴയ ആളുകൾ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ, വിളമ്പിക്കൊടുക്കുമ്പോൾ, ഇരുത്തി കഴിപ്പിക്കുമ്പോൾ, കൂടെ കൊണ്ടു നടക്കുമ്പോഴൊക്കെ കൊടുക്കുന്ന സ്നേഹമാണ് സുഖമാകുന്നത്. അതാണ് ആരോഗ്യവുമായിത്തീരുന്നത്. നമ്മൾ വന്നിരിക്കുന്ന രോഗികളെ നോക്കിയാൽ അറിയാം. രോഗം ആവിർഭവിക്കുന്നതിന് മുമ്പ് വീട്ടിൽ ആരോഗ്യ മാസികകൾ ഒത്തിരി വാങ്ങിച്ചിട്ടുണ്ട്. അതിലെന്തെല്ലാം രോഗത്തെ പറ്റിയുണ്ടോ അതിനെക്കുറിച്ച് ചർച്ചകളുണ്ടാവും. ഒടുവിൽ അതുണ്ട് തനിക്ക് എന്നൊരാൾക്ക് തോന്നലുണ്ടാവും. ഉണ്ടാകുമെന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രാഗിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഏത് രോഗി ഇതിനകത്ത് ഇരിപ്പുണ്ടോ ചിന്തിച്ചാൽ മതി, പ്രാക്കുള്ള വീട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അച്ഛനും അമ്മയും മക്കളും പരസ്പരം പ്രാകുന്ന വീട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നീ ഇതിനനുഭവിക്കും. കഞ്ഞിയും കറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അനുഭവിക്കുമെന്ന് പറഞ്ഞ് തലയിൽ കയറുമ്പോൾ അനുഭവിങ്ങി വരും. വന്നു കഴിഞ്ഞാലും നിർത്തുകയൊന്നുമില്ല. മറിച്ച് ഏത് വീട്ടിലാണോ സാന്ത്വനിപ്പിക്കുന്നത് അവിടെ അന്നസർഗങ്ങൾ തപസ്സുള്ളതായി തീരും. അവിടെ ആരോഗ്യം സ്വഭാവമായി തീരും. ഇത് നിങ്ങൾ രോഗികൾ കേൾക്കാനല്ല, ബാക്കി ക്ലാസ് കേൾക്കുന്നവർക്ക് പറഞ്ഞതാണ്. നിങ്ങൾ രോഗികൾക്കുള്ളതല്ല. നിങ്ങളിത് കേൾക്കരുത്. കേട്ടാൽ മരുന്ന് വാങ്ങിക്കൽ നിർത്തും, കമ്പനി പൂട്ടും. അതുകൊണ്ട് അതിനിടയാവരുത്. അതുകൊണ്ട് വീട്ടിൽ പരമാവധി പ്രാകണം. മനസ്സിലായില്ല? പരമാവധി ദുഃഖിപ്പിക്കണം. പരമാവധി പോകുന്ന വഴിക്കും രോഗം ചർച്ച ചെയ്ത് മരുന്നും മേടിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ അച്ഛനോടും അമ്മയോടും മക്കളോടും പറയണം, ഇതുകൊണ്ടൊന്നും മാറുകയല്ലേ. മനസ്സിലായില്ല? ആ ഗോപാലൻ്റെ മാറി എന്ന് പറയുന്നത് വേറെ വല്ലതും കൊണ്ടുമായിരിക്കും. ഈ പുല്ലും വൈക്കോലും കഴിച്ചാൽ മാറുമോ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. മറന്നുപോകരുത്. എങ്കിലേ നിങ്ങളുടെ ജന്മകാലം മുഴുവൻ മരുന്ന് മേടിക്കാനും കാശ് ചിലവാക്കാനും മുടിയാനും പറ്റുള്ളൂ. മനസ്സിലാകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വീണ്ടും മരുന്ന് വാങ്ങിക്കുന്നത് അല്ലേ? അതുകൊണ്ട് അടുത്ത മാസം വരണം, മറക്കരുത്. മരുന്ന് മേടിക്കാൻ സ്നേഹം, സൗമ്യത, ശബ്ദസ്പർശ രൂപരസഗന്ധാദികളിലുണ്ടാകുന്ന ആത്മപ്രിയം ഇവയൊക്കെ ഉണ്ടെങ്കിൽ അസ്ഥിഭാതി പ്രിയരൂപമാകുന്ന തലങ്ങളെ സച്ചിദാനന്ദ പരമാത്മഭാവമായി കണ്ട് പെരുമാറാൻ കഴിയുന്ന ഒരവസ്ഥയിലുള്ള ആശ്രമങ്ങളിൽ, വീടുകളിൽ ഒക്കെ കഴിഞ്ഞാൽ രോഗം പോകും. ആനന്ദം. അതുകൊണ്ട് ഇതിൻ്റെ എളുപ്പവഴിയതാണ്. അതുകൊണ്ട് ചിലർക്ക് ചിലത് സുഖദായിയും ചിലർക്ക് ദുഃഖദായിയുമാണ്. അതിന് കാരണം ശരീരകർമ്മജന്യ അംശവും
മാനസ കർമ്മജന്യ അംശവും എന്ന് രണ്ടുണ്ട്. ശരീരകർമ്മജന്യ അംശം കൊണ്ട് ശരീര സുഖദുഃഖങ്ങൾ ഉണ്ടാവും. മാനസകർമ്മജന്യ അംശം കൊണ്ട് മാനസിക സുഖദുഃഖങ്ങൾ ഉണ്ടാവും. വൃന്ദാവനത്തിൽ ഒരിക്കലൊരു സന്യാസി ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. വൃന്ദാവനത്തിൽ പോയിട്ടുണ്ടാവില്ല. ഉത്തരമധുര കഴിഞ്ഞ് വൃന്ദാവനത്തിൽ പോയിട്ടുണ്ടാവില്ല. നേരം കിട്ടിയാൽ പോകണം, നല്ല സ്ഥലമാണ്. അവിടെ ഒരു സന്യാസി ശ്രേഷ്ഠനുണ്ടായി. ആയിരക്കണക്കിന് ഭക്തന്മാർ അദ്ദേഹത്തെ ഈശ്വര തുല്യം മാനിച്ചു. അങ്ങേയറ്റം ശാന്തനായിരുന്നു. ആരോടും അദ്ദേഹം ദേഷിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദർശനം ലക്ഷോപലക്ഷം ജനങ്ങളുടെ പൂർവ്വപുണ്യം കൊണ്ടാണെന്ന് മാനിച്ചിരുന്നു. ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ദർശിക്കാറുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിൽ കുപിതരായവരും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സവിധത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വളർച്ചയിൽ കുപിതരായവർ ലോകത്തെല്ലാം ഉണ്ടാവും. മനുഷ്യ മനസ്സ് രണ്ട് തരമായതുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും നല്ല കാര്യങ്ങൾ വല്ലതും ചെയ്താൽ അതിൻ്റെ ചോട്ടിൽ തന്നെ തവളയുണ്ടാവും. മനസ്സിലായില്ല? താമരപ്പൂ വിടർന്ന് നിന്ന് കഴിഞ്ഞാൽ വിടർന്ന താമരയുടെ ചോട്ടിൽ താമരയുടെ ഗന്ധാനുഭവിക്കാൻ കഴിയാത്ത, താമരയുടെ തേൻ കുടിക്കാൻ കഴിയാത്ത ധാരാളം തവളയുണ്ടാവും. കണ്ടിട്ടില്ല? തവളയ്ക്കൊരു ലക്ഷ്യമുള്ളൂ, വളരെ അകലേന്നാണെങ്കിൽ പോലും ഈ തേൻ കുടിക്കാൻ വരുന്ന വണ്ടിനെ ചാടിപ്പിടിക്കാൻ. മനസ്സിലായില്ല? ഈ വണ്ടിനെ പിടിക്കലാണ് തവളയുടെ ഏക പണി. തവള ഇതിന് വാവൊളിച്ചായിരിക്കും. പക്ഷേ തവളയ്ക്ക് അറിയാൻ മേലാത്തൊന്നുണ്ട്, താമര ഇല്ലെങ്കിൽ ഇതിൻ്റെ ജീവനുമില്ല, വണ്ടില്ല. ഇങ്ങനെ ഈ വിമർശിച്ച് ജീവിക്കുന്ന ഒരുപാട് തവളകളുണ്ട്, എല്ലാ കുണ്ടിലുമുണ്ട്. അതുപോലെ കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ വിമർശകരായും ഉണ്ടായിരുന്നു. അവരദ്ദേഹത്തെ വധിക്കുന്നതിന് പോലും ശ്രമിച്ചിരുന്നു. അവസാനം അവർ വിജയിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സുപ്രസിദ്ധനായ ഒഡിയ ബാബ എന്നറിയപ്പെടുന്ന മഹാരാജിൻ്റെ കഥയാണ്. അപ്പോൾ സർവലോക ചക്ഷുസായ സൂര്യനെപ്പോലും ദ്വേഷിക്കുന്നവരുണ്ട് എന്നതുകൊണ്ട് ബാബ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. ഒഡിയ ബാബ മൂങ്ങയെ പോലെ ഭൗമജീവിയാണ് മൂങ്ങ, സൗരജീവിയല്ല. അതുകൊണ്ടാണ് അത് സൂര്യനെ ഇതാകുന്നത്. ഇപ്പോൾ ലോകത്തെവിടെയും ഉണ്ടാവും. അത്തരം ദ്വേഷങ്ങൾ വരുമ്പോഴെല്ലാം ദ്വേഷിക്കുന്നവൻ്റെയും ദ്വേഷം കേൾക്കുന്നവൻ്റെയും മനസ്സ് തകർന്നു പോകും. അത് വരാതിരിക്കാനാണ് അന്നസർഗങ്ങളെ അറിഞ്ഞ് ഉപയോഗിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞത്. സപ്താന്നസർഗങ്ങളെ അഹമന്നം 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 അഹമന്നാദോ അഹമന്നാദോഹമന്നാദഃ. ഞാൻ അന്നമാണ്, അന്നാദനുമാണ്. ഒരു ഭൃത്യൻ സേവ കൊണ്ട് യജമാനന് ഉപകാരത്തെ ചെയ്യുന്നു. അതുകൊണ്ട് ഭോഗ്യം തഥാ ഭോഗ്യമായതും അതിൻ്റെ യജമാനനായതും ഒരാളാണ്. അപ്പോൾ ഭോക്താവ് ഭോഗ്യം, ആ വേലക്കാരൻ ഭോഗ്യവും യജമാനൻ ഭോക്താവുമാണ്. കാലിലൊന്ന് തടവി കൊടുക്കുകയാണ്. വൈകുന്നേരമാകുമ്പോൾ യജമാനൻ ധനവും കഴിക്കാനുള്ള അരിയും ഒക്കെ കൊണ്ട് ഭൃത്യന് ഉപകാരം ചെയ്യുന്നു.
ഇപ്പോൾ യജമാനൻ ഭോഗ്യവും ഭൃത്യൻ ഭോക്താവുമാണ്. ലോകത്തിൽ അന്നമായും അന്നാഥനായുമാണ് എല്ലാം. അതിലെ ഏറ്റക്കുറച്ചിലുകളുടെ ചിന്ത മുഴുവൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നാണ് നിങ്ങൾ കണക്ക് കൂട്ടുന്നത്. സാമ്പത്തിക ശാസ്ത്രം ഇന്നലെ ഉണ്ടായതാണ്, നോട്ടും കെട്ടുമൊക്കെ. മുമ്പ് 1 സെൻറ്റ് ഭൂമിക്ക് പന്മന സ്ഥലത്തൊക്കെ 50-100 രൂപ കിട്ടുമായിരുന്നു. ശരിയാണ്. അന്ന് നേരെ മറിച്ച് വേറെ ചില സാധനങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ ധാരാളം ധനം കൊടുക്കണമായിരുന്നു. ഇന്ന് സ്ഥലം കൊടുത്താൽ ധാരാളം പൈസ കിട്ടും, വേറെ ചില സാധനങ്ങൾക്ക് വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല കാണേണ്ടത്. ലോകം രണ്ടാണ്, ഒന്ന് ഭോഗ്യം, രണ്ട് ഭോക്താവ്. എല്ലാം എല്ലാ തരത്തിലും ഭോഗ്യവുമാണ് ഭോക്താവുമാണ്. അതുകൊണ്ട് ഭോഗ്യം ഭോക്താവ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം കാണാൻ. എല്ലാവരും ഭോഗ്യമാണ്, എല്ലാവരും ഭോക്താവാണ്. ഇതാണ് സർവസാധാരണ അന്നം. ദേവതകൾക്കു വേണ്ടി 2 അന്നം. ഹേതു ഏവം പ്രഹൂതം. അതാണ് ദർശവും പൂർണ്ണമാസവും. സപ്താന്ന സർഗങ്ങളിലെ പശു അന്നം, സപ്താന്ന സർഗങ്ങളിൽ ദേവതാ അന്നം. ഓം അഗ്നയേ സ്വാഹ, ഓം പ്രജാപതയേ സ്വാഹ. അതാണ് അഗ്നയേ സ്വാഹ, പ്രജാപതി അഗ്നിയാണ്. ഓം സോമായ സ്വാഹ എന്ന 2 അന്നങ്ങളാണ് ദേവതകൾക്ക് വേണ്ടിയുള്ളത്. അത് 2 അന്നം. ആത്മാവിൻ്റെ ഭോഗ്യമാണ് മനസ്സും വാക്കും പ്രാണനും. ഇവ 3 ശരീരസ്ഥമാകയാൽ സ്വാത്മാവിൻ്റെ ഭോഗ്യമാണ്. 7ാമത്തതാണ് പശു അന്നം. അങ്ങനെയാണ് 7 അന്നങ്ങൾ. ഇത് കണ്ട് പശുവന്നമാണെന്ന് പറഞ്ഞതുകൊണ്ട്, സപ്താന്ന സർഗത്തിൽ 7ാമത്തത് പശുവന്നമെന്ന് പറഞ്ഞതുകൊണ്ട് പാലാണെന്ന് ധരിച്ചിട്ടുണ്ട് പലരും. അതുകൊണ്ട് പലപ്പോഴും ഭക്തിയുടെയും വേദങ്ങളുടെയും ഒക്കെ പഠനത്തിലൂടെ പോകുന്നവർ പാലേ കുടിക്കൂ എന്നൊക്കെ നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ്. അത് അനേകം ആളുകൾ അങ്ങനെയുണ്ട്. ചിലർ കുടിക്കാതിരിക്കുന്നത് അതുകൊണ്ട് അത് പശുവിൻ്റെ അന്നമാണ്. ഇവിടെ പശു എന്നതിനർത്ഥം മൃഗമെന്നല്ല. എന്ത് എന്നറിയണം. മനുഷ്യൻ്റെ കുഞ്ഞ് അമ്മയുടെ പാലാണ് കുടിക്കുക. ഇവിടുത്തെ അർത്ഥം അതുമല്ല. പശ്യതീതി പശു, കാണുന്നത്. അതെന്തിലുണ്ടോ അത് പശുവാണ്. അവൻ ബാലകനുമാണ്. പാശബദ്ധനെ ശൈവന്മാർ പശു എന്ന് പറയുന്നു. പാൽ കൊണ്ട് ബുദ്ധിവൃത്തി ഉണ്ടാകും. അതിനാൽ ബുദ്ധിവർദ്ധനാർത്ഥം ദുഗ്ധഭോജനവും പറയുന്നുണ്ട്. ഇങ്ങനെയും വ്യാഖ്യാനിക്കാറുണ്ട്. അതും അനുചിതമല്ല. പാല് പശുവിൻ്റെ കുട്ടിക്ക് കുറയുകയാണ് ചെയ്യുന്നത് നമ്മൾ കുടിക്കുമ്പോൾ. അപ്പോൾ ഈ കൽപ്പനകളല്ല ഇവിടെ അർത്ഥം. കാരണം ഇന്ന് കഥയൊക്കെ മാറി. അങ്ങനെ പശുക്കുട്ടിക്ക് കുടിക്കാവുന്നിടത്തോളമൊന്നും അല്ല പുതിയ പശുക്കൾ തരുന്ന പാല്, അല്ലേ? ഇപ്പോൾ പശുവിനെ വാങ്ങിച്ചാൽ 2 ലിറ്റർ 4 ലിറ്റർ ഒന്നുമല്ല. പഴയ കാലത്താണെങ്കിൽ ഒരു പശുവിനെ കറന്നാൽ എത്ര കിട്ടും? 1 ലിറ്റർ പാല് കിട്ടും. നാടൻ പശുക്കളെയൊക്കെ കറന്നാൽ 1 ലിറ്റർ പാല് കിട്ടും. അതിലാദ്യത്തെ 15 ദിവസത്തെ
വീട്ടുകാർ ഉപയോഗിക്കില്ല. കാരണം അത് പശുവിൻ്റെ കുട്ടിക്കുള്ളതാണ്. പശുവിൻ്റെ കുട്ടിക്ക് ബുദ്ധി വേണ്ട. അതുകൊണ്ട് അമ്മമാർ 15 ദിവസത്തെ പാലിനെ ബാലാമ്മപ്പാലെന്ന് പറയും, കഴിപ്പിക്കില്ല. കാരണം കഴിച്ചാൽ കുട്ടിക്ക് മന്ദബുദ്ധി ഉണ്ടാവും. ഇപ്പം മിൽമേന്നൊക്കെ ഈ 15 ദിവസത്തെ പാല് നല്ല വില കിട്ടുന്നത് കൊണ്ട് അതും കൂടി കറന്നൊഴിച്ചുകൊണ്ട് കൊടുക്കും. 10 രൂപ ലിറ്റർ കിട്ടുമ്പോൾ അതെല്ലാം കൂടി ഗർഭിണിയും കഴിക്കും, മക്കൾക്കും കൊടുക്കും. എന്നിട്ട് അവസാനം ഓട്ടിസായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. മനസ്സിലായില്ല? പഴയ ആൾക്കാർക്ക് വിവരമുണ്ടായിരുന്നു. നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ല. ചെറിയ വ്യത്യാസമുണ്ട്, വളരെ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ നിങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി പഠിച്ചവരും കേമന്മാരും പാൻറ്റും കോട്ടും ഇട്ടവരും ഇല്ലേ, പണ്ഡിതന്മാരായ മൂഢന്മാർ. ശരിയല്ല. പാണ്ഡിത്യം കൂടിയ മൂഢതയായതുകൊണ്ട് മൂഢതയ്ക്കാണ് പാണ്ഡിത്യമനുസരിച്ച് ശക്തി കൂടുക. മനസ്സിലായില്ല? വളരെ മോശമായ എന്ന മോശത്തോടു കൂടി ചേർക്കുമ്പോൾ മോശത്തിന് വലിപ്പം കൂടുകയാണ്. മറ്റവരങ്ങനെയല്ല, അവർക്ക് വിവരമുണ്ട്. ഒരു 7 മാസമൊക്കെ ആകുമ്പോൾ നാടൻ പശുവാണെങ്കിൽ അത് തൊഴിക്കാൻ തുടങ്ങും. ശരിയല്ല? ഇനിയുള്ള പാല് കുടിക്കണ്ട എന്ന് വീട്ടുകാർ തീരുമാനിക്കും. കറക്കുകയില്ല, കുട്ടിയെയും കുടിപ്പിക്കുകയില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പശുവിനെ കറക്കുന്നത് അടുത്ത പ്രസവം വരക്കറന്ന് പിന്നെ പ്രസവം മുതൽ തുടർന്ന് കിടക്കുകയാണ്. മനസ്സിലായില്ല? 10ാം മാസത്തിൽ ഗർഭം തികഞ്ഞ് നിൽക്കുന്ന പശുവായാലും അതിനെ കറന്നിരിക്കും. അത്തരം പശുക്കളെയായിരിക്കും വളർത്തുന്നത്. 8 മാസം കഴിഞ്ഞ് കറന്നെടുത്ത പാല് കുടിച്ചിട്ടുള്ള പെണ്ണുങ്ങളെ കണ്ടാൽ അറിയാം ബ്രസ്റ്റ് പോയവരാണ്. ക്യാൻസറിൻ്റെ പ്രധാന കാരണം 8ാം മാസം കഴിഞ്ഞുള്ള പാലാണ്. അത് 8 മാസം അങ്ങ് തികയുമ്പോൾ പാലിനകത്ത് ഒരു ഗ്ലൂക്കോജനിക് ഘടകം ഉണ്ടാവും. അത് ബ്രസ്റ്റിൽ, അതായത് കുടിക്കുന്ന പെണ്ണിൻ്റെ സ്തനവഹ സ്രോതസ്സുകളിൽ, ക്ഷീരവഹ സ്രോതസ്സുകളിൽ അത് രൂപാന്തരം പ്രാപിച്ച് ട്യൂമറുകളായി മാറും. ഇതൊക്കെ പഴയ അമ്മമാർക്കറിയാം. അതുകൊണ്ട് അവർ പെണ്ണുങ്ങൾ കുടിക്കരുത് നിർബന്ധമായി പറയും. കാരണം ക്ഷീരവഹ സ്രോതസ്സുകൾ അവർക്കാവുള്ളത്. കൊച്ചു പെൺകുട്ടികൾക്ക് പോലും കൊടുക്കുകയില്ല. ഇന്ന് ഇതാ കുടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് കറന്നുകൊണ്ടെന്ന് പാല് മേടിച്ചു കൊണ്ടെന്ന്, ഇതെല്ലാം കൂടെ കറന്ന മിൽമാപ്പാല് മേടിച്ചു കൊണ്ടെന്ന് കസ്റ്റാർഡ് ഉണ്ടാക്കി, അതുണ്ടാക്കി, ഇതുണ്ടാക്കി, പിന്നെന്താ വേറൊരു സാധനം ഉണ്ടല്ലോ, പനീർ ഉണ്ടാക്കി ഒക്കെ അടിച്ചങ്ങനെ കയറ്റുകയാണ്. എന്നിട്ട് നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഇങ്ങനെ തിന്നലഞ്ഞ് നടന്ന് സകല രോഗവുമായി നടക്കുക. നടക്കാതിരിക്കണമെങ്കിൽ ഈ പഴയ ആളുകൾ പറഞ്ഞതൊക്കെ അറിയണം, അന്നസർഗങ്ങളൊക്കെ അറിയണം. അതൊക്കെ അറിഞ്ഞിരുന്ന കാലത്ത് ഈ രോഗമൊന്നുമില്ല. ആ വല്യമ്മമാർ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ക്രിക്കറ്റ് കുത്തിയാണ് ഈ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെല്ലാം വളർന്നിരിക്കുന്നത്. അവർ പറയാം മക്കളെ 8 മാസം കഴിഞ്ഞ്. പിന്നെ തള്ളേ നിങ്ങൾക്കതറിയാം, ഞാൻ കെമിസ്ട്രി പഠിച്ചതാണ്, BSc MSc. ഇവള് പഠിച്ച കാലത്ത് നേരാമണ്ണം പഠിച്ചിട്ടുമില്ല, വിവരവും ഇല്ലെങ്കിലും ഇവളുടെ അഹങ്കാരം 1.5 അടി പൊങ്ങിയ ഉപ്പൂറ്റി പൊങ്ങിയ ചെരുപ്പും ഒക്കെ ഇട്ട്. എന്താ ചിരിക്കുന്നത്? നുണ പറഞ്ഞാണോ? നുണ പറഞ്ഞാണ്. അവസാനം തള്ള ഇവളുടെ തെറി കേൾക്കാൻ നിവർത്തിയില്ലാഞ്ഞിട്ട് ആ സപ്താഹത്തിന് ഉണ്ണാൻ പോകുന്നത്, അല്ലാതെ കേൾക്കാൻ പോകുന്നൊന്നുമല്ല. ഞാൻ നുണ പറഞ്ഞോ? ആ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നത് ഞാൻ നുണ പറഞ്ഞെന്ന് തോന്നുന്നു.
ഞാൻ നുണ പറഞ്ഞോ? പിന്നല്ല, ഉള്ളത് പറഞ്ഞാൽ തുള്ളൽ വരുമെങ്കിലും. ഇതൊക്കെയാണ് കഥ. ഇതിൻ്റെ ഫലമായി ഈ നടപ്പ് നിൽക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. പാരമ്പര്യ വഴിക്ക് പഠിക്കണം. അല്ലാതെ ഏതെങ്കിലും പുസ്തകം നോക്കി കാണാതെ പഠിച്ചിട്ട് ഉരുട്ടിത്തന്ന് പഠിപ്പിക്കുന്നതൊക്കെ പഠിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇത് കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷിലൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് അഹങ്കാരമൊക്കെ നിർത്തി വളരെ വിനയാന്വിതമായി ആ പൊങ്ങിയ ചെരുപ്പൊക്കെ ഊരി വെളിയിൽ വെച്ച്, അല്ലേ, അമ്പടാ ഞാനേന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അതൊക്കെ നിർത്തി മര്യാദയായിട്ട് പ്രായമുള്ളവർ പറഞ്ഞു തരുന്നതിൽ അനുഭവം ഉണ്ടെന്ന് അറിയണം. അറിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും, എന്നാലും ചിലപ്പോഴാകട്ടോ. ഇതിൻ്റെ കാരണം ഒരു ഈശ്വരാനുഗ്രഹം വരെ വേണം. അപ്പം അതുകൊണ്ട് ഈ സംസാരത്തിൻ്റെ ജന്മവൃദ്ധി ക്ഷയാദി കർമ്മം ഏവം ഉപാസനയുടെ പരിണാമം എന്നാണ് ഭാഷ്യകാരൻ ഇതിനെ പറയുന്നത്. അതുകൊണ്ട് അന്നസർഗങ്ങളെ അറിയണം. മാനുഷ ദൈവവിത്ത സാധ്യം ഫലം ശാസ്ത്രലക്ഷണം പ്രകൃതിലയാന്തം. മാനുഷവിത്തം, പശു, ഭൂമി, ഹിരണ്യം ആദിയായവ, അതൊക്കെ മാനുഷവിത്തമാണ്. അത് കുറച്ചൊക്കെ നേടാം. പശുവിനെ വാങ്ങിക്കാം, ഭൂമി വാങ്ങിക്കാം. പക്ഷെ അതൊക്കെ പ്രയോജനപ്രദമാകണമെങ്കിൽ ദൈവവിത്തത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണം. ദൈവവിത്തം ദേവതാ സ്വരൂപജ്ഞാനമാണ്. ഒരാഹാരം എടുക്കുമ്പോൾ അതിലെ ദേവതയും കഴിക്കുന്ന ദേവൻ്റെ ദേവതയും തമ്മിലുള്ള ഒരു ബന്ധമാണ് കഴിപ്പ്. ഒരു ചെടി പറിക്കുമ്പോൾ ആ ചെടിയുടെ ദേവതയും പറിക്കുന്നവൻ്റെ ദേവതയും തമ്മിലുള്ള ബന്ധമാണ് പറിക്കൽ. അത് ദേവതാവിജ്ഞാനം എന്ന് പറയും. എല്ലാത്തിലുമുണ്ട്. കൈക്ക്, കാലിന്, ചെവിക്ക്, നാക്കിന്, ത്വക്കിന്, രസത്തിന്, രക്തത്തിന്, മാംസത്തിന്, എല്ലാത്തിനും ദേവതകളുണ്ട്. ദേവതകളോട് ബന്ധപ്പെടുന്നതും ദേവതകളുമായി സംവദിക്കുന്നതും ഉപാസനയുടെ ഫലമാണ്. അത് അത്യന്ത രഹസ്യമാണ്. അത് ഈ ഓട്ടവും ചാട്ടവും ഒന്നുകൊണ്ടും പറ്റും. ജന്മജന്മാന്തര പുണ്യകർമ്മങ്ങളുള്ളവൻ ഉപാസിക്കുമ്പോൾ ദേവതകളാണ് വശത്താകുന്നത്. അത് ദൈവീവിത്തമാണ്. ചില ആളുകളുടെ കയ്യിലേക്ക് ചില സാധനങ്ങൾ കിട്ടുമ്പോൾ അതിൻ്റെ ആയുർദൈർഘ്യം കൂടുതലുണ്ടാവും. ചില ആളുകളുടെ കയ്യിലേക്ക് കിട്ടിയാൽ അപ്പം നശിക്കും. നോക്കിയിരിക്കുമ്പോൾ കാണാം, നിങ്ങളിൽ നിന്ന് ചിലർ ഓടിപ്പോകുമ്പോൾ ബാക്കിയുള്ളവർക്കറിയാം. അവൻ്റെ പോക്ക് കാണുമ്പോൾ അറിയാം ആ ദേവതയുമായിട്ട് യോജിക്കാത്ത പോക്കാണ്. അവൻ ചെന്ന് ആ സ്വിച്ചിടും, കംപ്ലീറ്റ് പോകും, കത്തിപ്പോകും. അതാണ് വീടുകളിലും മറ്റും ചില ബൾബൊക്കെ 50 കൊല്ലമായി കാണും, ഒരു കേടും ഉണ്ടാവില്ല. ഫാനൊക്കെ അതുപോലെ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരാൾ വരുന്നത്. പക്ഷെ മറ്റൊന്ന് സമാധാനിപ്പിക്കും, 50 കൊല്ലമായതാടാ, പോകും, ഇലക്ട്രിക്കലല്ലേ. മനസ്സിലായില്ല? ചില പിള്ളേരെ നോക്കി അറിയാം, കയ്യിലേക്കൊരു സാധനം കിട്ടിയാൽ അവൻ തൊട്ടാൽ അത് പോകും. അവിടെയാണ് വ്യത്യാസം.
കമ്പനികൾ ഉണ്ടാക്കുന്ന മരുന്ന് ഒരേ മരുന്ന് തന്നെയാണ്. അതിൻ്റെ ദേവതകളുടെ ജ്ഞാനമറിയുന്ന ഒരു ഭിഷഗ്വരൻ അയാളുമായി സമരസപ്പെട്ട് നിൽക്കുമ്പോൾ എടുത്തു കൊടുക്കുമ്പോഴുള്ള ഫലവും മറ്റേയാൾ എടുത്തു കൊടുക്കുമ്പോഴുള്ള ഫലവും കണ്ട. വിതരണത്തിന് നിൽക്കുന്നവൻ കഴിഞ്ഞ തവണ ഞാൻ ഇന്നയാൾ എടുത്തതെന്ന് സൗമ്യമായി പറഞ്ഞ് മേടിച്ചു. ഓ, ഇത്തവണ കാർഗോടകനാണ് അവിടെ നിന്നത്, അവൻ്റെ കൈകൊണ്ടാണ് മേടിച്ചത്, അതേ സാധനമാണ്, ഒരു ഫലവുമില്ല. അതുകൊണ്ട് ഇനി അവനുണ്ടോ എന്ന് നോക്കിയിട്ട് മേടിച്ചാൽ മതി. എന്താ ചിരിക്കുന്നത്? എന്താ ചിരിക്കുന്നത്? നുണയാണോ പറഞ്ഞത്? കഴിഞ്ഞ തവണ കൊണ്ടുപോയി കഴിച്ചു, ക്രിയാറ്റിൻ 1 വന്നതാണ്. അതാ ഇത്തവണ അടിച്ചു കയറി 5 നിൽക്കുക. അതേ സാധനം കഴിച്ചു, ഒരു പഥ്യവും മാറിയിട്ടില്ല. കഴിഞ്ഞ തവണ അമ്മയാണ് എടുത്തു തന്നത്, ഇത്തവണ ഭാര്യയാണ് എടുത്തു തന്നത്. കഴിഞ്ഞ തവണ മാറിയില്ല. അമ്മ ആ ദേഷ്യത്തോടെയൊക്കെ തന്നതാണ്, മറ്റേ മകനോടുള്ള സ്നേഹത്തോടെ. ഇത്തവണ ഭാര്യ സ്നേഹത്തോടെ എടുത്തു തന്നു, മാറി. കഴിഞ്ഞ തവണ ഭാര്യയാണ് എടുത്തു തന്നത്, അവൾക്കൊന്നും പിടിക്കുന്നില്ല, ഞാനിങ്ങനെ രോഗിയായി കിടക്കുന്നു, അവളുടെ ജന്മം പാഴാക്കി എന്ന വിചാരത്തോടെ പ്രാഗി എടുത്തു തന്നതാണ്. 18 വരെ ക്രിയാറ്റിൻ കയറി. ഇത്തവണ എൻ്റെ അമ്മയാണ് വിളമ്പിത്തന്നത്. ഞാൻ ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹത്തിൽ അമ്മ ദേവതകളുമായി സമരസപ്പെട്ടെടുത്തു തന്നു, അടിച്ചു തന്ന് ക്രിയാറ്റിൻ 3 രണ്ടും ഉണ്ടാകാം എന്നാണ് പറഞ്ഞതിനർത്ഥം. മനസ്സിലായില്ല? ചിലർക്ക് ഭാര്യയായിരിക്കും ദേവതകളെ അറിഞ്ഞത്, ചിലർക്ക് അമ്മയായിരിക്കും. അതുകൊണ്ട് എല്ലാ അമ്മയും എല്ലാ ഭാര്യയും എന്ന് ഞാൻ പറഞ്ഞില്ല. ക്ലിയറായോ എന്നറിയില്ല. ഇവിടെയൊക്കെ പ്രത്യേകതകൾ. അതുകൊണ്ട് ഉപാസനാഖണ്ഡത്തിൽ ദേവതകളെ അറിയുന്നത് ജീവിതശുദ്ധിക്കും ജീവിത വിജയത്തിനും ദേവതകളെ അറിഞ്ഞ് ദേവതാസ്വരൂപങ്ങളിൽ നിന്ന് ഹാദിയും സാദിയും ഹാദിയുമൊക്കെ കകാരാദികളും ഹകാരാദികളും സകാരാദികളുമായ അക്ഷരസ്വരൂപങ്ങളെ അറിഞ്ഞുപയോഗിക്കുവാൻ കഴിയുന്ന അനന്താനന്ദത്തിലെത്തിയവൻ്റെ സാന്നിധ്യവും വാക്കുമൊക്കെ ശബ്ദം കൊണ്ട് തന്നെ സമസ്ത ദുഃഖങ്ങളെയും കളയും. ചില ആളുകളുടെ ഒരു വാക്ക് മതി, പക്ഷെ അവരെപ്പോഴും വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല. മനസ്സിലായില്ല? വർത്തമാനം പറയാൻ ചെന്നാൽ പറയുന്നതിന് ഒരു വാക്കിൽ അവർ തീർക്കും. കുറേ പറയാനുണ്ടെന്ന് വിചാരിച്ചാവും, അവർ കേൾക്കില്ല. കാരണം ലൗകിക വിഷയങ്ങളെ കേട്ടാൽ അവർ നിലനിർത്തുന്ന നിശബ്ദത നഷ്ടപ്പെടുമെന്ന് അവർക്കറിയാം. നമ്മളൊരിടത്ത് നിന്ന് കുറേ കാര്യം പറയാനുണ്ട്, കേട്ടില്ല, ദേഷ്യം വരുന്നവർക്ക്. കാരണം നമുക്ക് പറയാനുള്ളതൊക്കെ കുശുമ്പും കുന്നായ്മയാണ്. അത് കേട്ടാൽ അവനൂടെ മുടിഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ഇടയ്ക്ക് വർത്തമാനം പറയാൻ ചെന്നാൽ അവർ ആദ്യം ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ 2 വാക്ക് അല്ലെങ്കിൽ 1 വാക്ക് കട്ട് ചെയ്യുമ്പോൾ അറിയാം അവിടുന്ന് വിടുകയെ നിവർത്തിയുള്ളൂ. വിട്ടാൽ പിന്നെയും കറങ്ങിത്തിരിഞ്ഞ് ചെല്ലും. അപ്പോൾ ചൊടിപ്പിക്കാനുള്ളൊരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ പൊക്കോളും. മനസ്സിലായില്ല? അയാളുടെ ഈഗോയ്ക്ക് കൊള്ളുന്ന ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ വയ്യാവേലി ശല്യപ്പെടുത്താതെ പൊക്കോളും. അതെന്തിനാണ്? തൻ്റെ ദേവതകളുമായി ചേർന്ന് ഇരിക്കുന്നതിന് വേണ്ടിയാണ്. ദേവതാവിഷയങ്ങളായ ദൈവവിത്തത്തിൽ മാത്രം ഇരിക്കുക. മാനുഷവിത്തം കൊണ്ടൊന്നും ചെയ്യാനില്ല. മാനുഷവിത്തം ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയിക്കൊണ്ടേ. ഭാര്യ മാനുഷവിത്തത്തിലായിരിക്കും കണക്ക് വച്ചിരിക്കുന്നത്. ഭർത്താവ് ദൈവവിത്തത്തിലാണെങ്കിൽ പറയും ഒന്നിനും കൊള്ളാത്തൊരു കോജ്ഞാണൻ.
അങ്ങനല്ലേ ഇവിടുത്തെ ഭാഷ? അല്ലേ? അല്ലേ? ആ, ഞാനെന്ത് ചെയ്യാനാണ്? അയാൾ ദൈവവിത്തത്തിലാണ് രസിക്കുന്നത്. മാനുഷവിത്തത്തിൽ അയാൾക്ക് യാതൊരു താല്പര്യം ഉണ്ടാവില്ല. അതുണ്ടായി മറയുന്നതാണ്. വ്യഭിചാരിയാണ്. മാനുഷവിത്തം വ്യഭിചാരിയാണ്. ദൈവീ സമ്പത്തി അത് മാറില്ല. അതുകൊണ്ട് അയാൾ ദേവതകളോടാണ്. ദേവതാസ്വരൂപജ്ഞാനമാണ് ദൈവീ വിത്തം. മാനുഷവിത്തം കൊണ്ട് യജ്ഞദാനാദി കർമ്മങ്ങളെല്ലാം ഉളവാകും. പൂർത്തകർമ്മങ്ങളെല്ലാം ഉളവാകും. ദേവതാസ്വരൂപ ജ്ഞാനസ്വരൂപ ദൈവവിത്തം കൊണ്ട് ദൈവോപാസന ഉണ്ടാവും. ദേവതാസ്വരൂപജ്ഞാനത്തെ ദൈവവിത്തമെന്ന് എന്തുകൊണ്ട് പറയുന്നു? എന്തുകൊണ്ടെന്നാൽ അതും ഗുരു ദക്ഷിണാ ശുശ്രൂഷാദി പ്രാപ്തമാണ്. അത് കിട്ടുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അതിനെ കാര്യമായി സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ധനപദം കൊണ്ട് ധനസാധ്യ സമസ്ത കർമ്മവും അഭിപ്രേതമാണ്. പണം കൊണ്ട് സാധിക്കാവുന്ന എല്ലാ കർമ്മവും അതിൽപ്പെടും. അതിൽ നിന്ന് ഉപരതനാവുക തന്നെ ധാന്യാദി കാംക്ഷാത്യാഗമാണ്. അത് ധനം, ധാന്യം മുതലായവയിലുള്ള ആഗ്രഹങ്ങളുടെ ത്യാഗം. ഇത് ഈശാവാസ്യത്തിൽ പരമസാധനമാണ്. കർത്തൃ ഭോക്തൃ പരിത്യാഗം, അതാണ് ഈശാവാസ്യത. ഇപ്പം നമ്മൾ വേറൊരു തരത്തിലും തേന ഭുഞ്ചീത കണ്ടു. വീണ്ടും നോക്കാം. ഈശാവാസ്യമിതം സർവമെത്കിഞ്ച ജഗത്യം ജഗത്തേന തെക്തേന ഭുഞ്ചീത മാഗൃത. ആരുടെയും ധനത്തിൽ അഭികാംക്ഷയരുത്. ഇപ്രകാരം മാഗൃത കസ്യ സിദ്ധനം. ഈ സംയുക്ത പദത്തിനർത്ഥം പറഞ്ഞ ഭാഷ്യകാരൻ ഇവിടെ വേറൊരു വ്യാഖ്യാനവും കാണിച്ചിട്ടുണ്ട്. ഭാഷ്യകാരൻ്റെ മറ്റൊരു വ്യാഖ്യാനം മാഗൃത ഇത്രയും ഒരു സ്വതന്ത്ര വ്യാഖ്യാനമാണ്. കസ്യസിദ്ധനം ഇത്രയും ദ്വിതീയ വാക്യമാണ്. കേവലം ധനം വിഷയാഭിലാഷം മാത്രമല്ല. ധനമെന്നാൽ വിഷയങ്ങളുടെ അഭിലാഷം മാത്രമല്ല, എന്നാൽ സർവ വിഷയകമായ അഭിലാഷം ത്യജിക്കുക എന്നിങ്ങനെ പ്രഥമ സാമാന്യ നിഷേധമാണ്. ഈ പക്ഷത്തിൽ ഗൃധധാതുവിന് വിശേഷവിധിയായി ഒരർത്ഥമുണ്ട്. ഗൃധധാതുവിൽ നിന്നാണ് ഗൃധ്രം എന്ന ശബ്ദമുണ്ടാകുന്നത്. ഗൃധ്രം എന്ന് പറഞ്ഞാൽ ഗൃധ്രം കഴുകൻ. കഴുകൻ. ഗൃധ്രത്തിന് ശവത്തിലാണ് അഭിലാഷം. എവിടെയെങ്കിലും ശവം കിടപ്പുണ്ടെങ്കിൽ അവിടെയൊക്കെ കഴുകുകൾ ഓടിക്കൂടും. അപ്പോൾ ഗൃധധാതുവിൽ നിന്ന് ഉണ്ടായ ഗൃധ്ര ശബ്ദം, എവിടെ ജന്തുക്കൾ ചത്താലും കഴുകുകളെത്തും. മരങ്ങൾക്ക് മുകളിലും ഭിത്തികൾക്ക് മുകളിലും എവിടെയും ശവം കിടപ്പുണ്ടെ കഴുകുകളെ കാണാം. അതുകൊണ്ടിവിടെ ഉപലക്ഷണതയ വിഷയ അഭിലാഷത്തിൻ്റെ പരിത്യാഗം വിവക്ഷിതമാണ്. മൃതം ഏതാണ്, ഏതിൽ ചേതനയില്ലയോ അതാണ് അചേതനം. ശബ്ദം, സ്പർശം,
രൂപം, രസം, ഗന്ധം സകലതും ചേതനവും അചേതനവും എന്ന് രണ്ട് വിഭാഗമാണ്. സാധകന്മാർ ആദ്യം അചേതന ശബ്ദാദി വിഷയക അഭിലാഷത്തിൻ്റെ പരിത്യാഗം ചെയ്യണം. സാധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആത്മസ്പർശമില്ലാത്ത എല്ലാത്തിൻ്റെയും പരിത്യാഗം. അസത്യം, അനൃതം തുടങ്ങിയതെല്ലാം ചേതനയില്ലാത്തതാണ്. പക്ഷെ നമ്മൾ ആധ്യാത്മിക തലങ്ങളിൽ ചെന്നാലാണ് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടിയിരുന്ന ഏറ്റവും കൂടുതൽ വിഷയങ്ങളെ സ്പർശിച്ച് പറയുന്നത്. വളരെ അപൂർവം ആളുകൾ മാത്രമേ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാറുള്ളൂ. അപൂർവം ആളുകൾ ഒഴിഞ്ഞു നിൽക്കും. എന്താ അങ്ങ് അവിടെ കണ്ടല്ലോ പെട്ടെന്ന് പോകുന്നത്? അത് പെട്ടെന്ന് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വിഷയമായി ചർച്ച. അവരിരുന്ന് വിഷയങ്ങളെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഞാൻ ചർച്ച ചെയ്ത് മടുത്തിട്ടല്ലേ വന്നത്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എന്താ ക്ലാസ് കഴിഞ്ഞപ്പോഴേ വിട്ട്? ക്ലാസ് കഴിഞ്ഞു, കഴിയാനുള്ളത് കഴിഞ്ഞു. ഇനിയുള്ളതെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളാണ്, മൃതമായ കാര്യങ്ങളാണ്, എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇനി പിരിവ് നടത്തുന്ന കാര്യം, ഇനി അവിടെ അത് ചെയ്യുന്ന കാര്യം, ഇത് ചെയ്യുന്ന കാര്യം, അതൊന്നും എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ വിട്ടതാണ്. എന്താ അങ്ങ് അതിലൊക്കെ പങ്കെടുക്കാത്തത്? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ലൗകികരുടെ കാര്യങ്ങളാണ്, അതൊക്കെ വേണ്ടതാണ്, അതിനോടൊന്നും എനിക്ക് എതിർപ്പില്ല. പക്ഷെ എൻ്റെ അല്ല, എൻ്റെ ലോകമല്ല. ഇങ്ങനെയുള്ളത് വളരെ വിരളമാണ്. ആയിരത്തിൽ ഒന്നുണ്ടായെങ്കിൽ ഉണ്ടായി എന്നേ പറയാൻ പറ്റും. അത്ര വിരളമാണ്. മറിച്ച് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പെട്ടാൽ പോലും ഓരോ തരം പ്ലാനും പദ്ധതികളുമാണ്. അതൊക്കെ വിഷയ ഉപഭോഗരചനയ്ക്കുള്ള പ്ലാനും പദ്ധതികളുമാണ്. ഒരളവ് വരെ ഗൃഹസ്ഥാശ്രമങ്ങളിൽ നടക്കേണ്ട കാമ്യകർമ്മങ്ങളെല്ലാം വാനപ്രസ്ഥത്തിലേക്കും സന്യാസത്തിലേക്കുമൊക്കെ വ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ വഴക്കുകളും വക്കാണങ്ങളും കേൾക്കുന്നു. അതിൽ നിന്നാണ് മോചനം നേടേണ്ടത്. അപ്പം ഏതിൽ ചേതനയില്ല അത് അചേതനമാണ്. സാധകന്മാർ ആദ്യം അചേതന ശബ്ദാദി വിഷയക അഭിലാഷത്തിൻ്റെ പരിത്യാഗം ചെയ്യണം. ഭഗവൻ നാമം തന്നെ വിളിച്ച് സാധകൻ സാധനയെ ചെയ്യണം. നോക്കിയാൽ മതി, പാഞ്ചാലിയുടെ കാര്യം നോക്കിയാൽ മതി. നമ്മൾ മുമ്പ് പറഞ്ഞതാണെന്ന് തോന്നുന്നു. പാഞ്ചാലി അനേകം വിളിച്ചു. ദ്വാരകാവാസിനൊക്കെ വിളിച്ചു, ഒരു രക്ഷയും പെട്ടില്ല. അവസാനമാണ് വിളിച്ചത് എൻ്റെ ഹൃദയാധിനാഥ. ഇപ്പം തൊട്ടടുത്താണ്. തപ്പന്ന് നെയ്യാൻ തുടങ്ങി. വസ്ത്രാക്ഷേപ സമയത്ത് വിളിക്കാമെന്നൊക്കെ വിളിച്ചു. അപ്പോൾ ആ വിളി, കാരണം ഭഗവാൻ ദ്വാരകയിലിരിക്കുക, ഇങ്ങ് വരാൻ താമസിക്കും. മറിച്ച് ചേതനാപൂർണമായി വിളിച്ചപ്പോൾ ശക്തിയുണ്ടായി. അതുപോലെ ഉപനിഷത്തുകളുടെ പാഠവും മഹത്തായ പുണ്യമാണ്. മന്ത്രത്തിൻ്റെ ശക്തി പ്രസിദ്ധമാണ്. എല്ലാറ്റിലുമധികം ചേതനയായ ശബ്ദം ഓംകാരമാണ്. അതുകൊണ്ട് മറ്റുള്ളവർ മറ്റചേതനങ്ങളായ ശബ്ദങ്ങൾ ഉണ്ടാക്കി വഴക്ക് പറയുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്താൽ ഓം തത് സത് ഇതി പറഞ്ഞാൽ അതിൽ നിന്ന് മോചനം നേടാം. വെറും ശബ്ദം മതി. ഭഗവത്ഗീത 18-ാം അധ്യായത്തിൽ ഇത് വളരെ
സ്പഷ്ടമായി വർണ്ണിക്കുന്നുണ്ട്. ഏത് കർമ്മത്തിലും ഏത് വേളയിലും ഓം തത് സത്. മറ്റുള്ളവരിരുന്ന് പരദൂഷണം പറയുക, എതിർക്കാനൊന്നും പോകണ്ട. തൊഴുത് ഓം തത് സത് വിട്ടുകൊള്ളുക. അവർക്ക് മനസ്സിലാവുകയൊന്നുമില്ല. അവരും എനിക്ക് വേണ്ട തെറി പറഞ്ഞിട്ട് പോവാണ്. കുറച്ച് കഴിയുമ്പോൾ അവരാലോചിക്കും, എന്താ ഇയാൾ എപ്പോഴും ഓം തത് സത് എന്ന് പറയും. പിന്നെ അവർ ഇയാൾക്ക് പേരിടും. അവർക്ക് ഈ പേര് വിളിക്കാൻ ശരിക്കറിയാത്തത് കൊണ്ട് ഓമാനന്ദ എന്നൊക്കെ വിളിക്കുന്നതിന് പകരം ഓം മാങ്ങാനന്ദ സ്വാമി എന്നൊക്കെ വിളിക്കും ചിലപ്പോൾ. മനസ്സിലായില്ല? അപ്പോൾ എളുപ്പമുള്ള വഴി ഇതാണ്, ഓം തത് സത്. ദാനം ചെയ്യുമ്പോഴും ഓം തത് സത് എന്ന് പറഞ്ഞു കൊടുത്താൽ പാത്രം ശരിയല്ലെങ്കിലും നന്നായിരിക്കും. അന്നദാനമൊഴിച്ചുള്ള എല്ലാത്തിനും പാത്രമറിഞ്ഞേ ചെയ്യാവുന്ന, ദുഷ്ടപാത്രത്തിൽ അർപ്പിക്കരുതെന്നാണ്. പക്ഷെ വന്ന് ചോദിക്കുന്നു, കയ്യിലുണ്ട്, കൊടുത്തേ പറ്റൂ. അപ്പോൾ ഓം തത് സത് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓമാണ് ഏറ്റവും ചേതനാപൂർണമായ ശബ്ദം. അകാര ഉകാര മകാരങ്ങളോട് കൂടിയ സകല ശാസ്ത്ര വിജൃംഭിതമായ ശബ്ദമാണ് പ്രണവം. അതുകൊണ്ട് പ്രണവത്തിൽ തന്നെ മുഴുവൻ ശ്രദ്ധയും അതുകൊണ്ട് അവർ വച്ചിരുന്നു. അതുകൊണ്ട് വളരെ യച്ച ഓമിത്യേതദക്ഷരമിതം സർവം യച്ച ത്രികാലാതീതം തദപ്യോങ്കാരയേവ. അതുകൊണ്ട് പ്രണവത്തിൽ തന്നെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക. പ്രണവം തന്നെ എഴുതുക. അതുകൊണ്ട് മനസ്സിൽ സങ്കല്പവികൽപ്പങ്ങൾ അധികമുണ്ടാകുമ്പോൾ, മനോരാജ്യമുണ്ടാകുമ്പോൾ, അസ്വസ്ഥമാകുമ്പോൾ, ക്രോധലോഭാദി ദോഷങ്ങൾ മനസ്സിനെ ആക്രമിക്കുമ്പോഴൊക്കെ രക്ഷപ്പെടണോ, അതിദീർഘമായി ഓംകാരം ഉച്ചരിക്കുക. അകലേന്നൊരാൾ വരുന്ന കണ്ടു, പോവുകയില്ലെന്നറിയാം, ഇനിയൊരു സ്വസ്ഥതയും കിട്ടുകയില്ലെന്നറിയാം. കാരണം ഇവൻ വിഷയലോലുപനാണ്. കുറേ കഥകൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ്. അന്യരെ ദുഷിക്കാനുള്ളതും കൊണ്ടാണ് വരുന്നത്. ഇതിരുന്ന് കേൾക്കാൻ താല്പര്യവുമില്ല. പക്ഷെ കേട്ടു തുടങ്ങിയാൽ താല്പര്യം ഉണ്ടാകുകയും ചെയ്യും. മനസ്സിലായില്ല? കാരണം അത് അവതരിപ്പിക്കുന്നത് ഒരു പരിണാമഗുപ്തിയിലാണ്. ചിലർ വളരെ മിടുക്കന്മാരാണ്. തീരെ താല്പര്യമില്ലാത്തവരുടെ അടുക്കൽ വന്ന് ഇരുന്ന് പറഞ്ഞു തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് അവനെ താല്പര്യം ജനിപ്പിച്ചിരിക്കും. അപ്പോൾ ഇരിക്കുന്നയാൾ എന്തെങ്കിലുമോ കൊടുക്കും. അപ്പോൾ നമ്മൾ വീണു എന്ന് അതിനർത്ഥം. അത് അങ്ങനെയുള്ളവരെ അകലെ കാണുമ്പോഴേ ദീർഘമായി ഓംകാരം ജപിക്കുക. അതാണ് പരിഹാരം. ഒറ്റ പ്രാവശ്യം ജപിക്കുമ്പോൾ തന്നെ അവൻ ഇങ്ങോട്ട് വന്നവൻ അവിടെ തിരിയും. ഉറപ്പാണ്. നിങ്ങൾ ജപിക്കുന്നത് ദീർഘമായാണോ, ബീജബിന്ദുവാദികളോടുകൂടിയാണോ, അകാര ഉകാര മകാര അമാത്ര ബീജബിന്ദുക്കളോടുകൂടിയാണോ ഓങ്കാരം അവൻ്റെ ഉള്ളിൽ അസനാവിരമൊരു ആന്തോളനമുണ്ടാക്കും. അപ്പം മുകളിൽ നിന്ന് മട്ടുപ്പാവിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ കാണാം, ഇപ്പം പതുക്കെ ഒന്നുകിൽ റൈറ്റ് അബൌട്ട്, ഇല്ലെങ്കിൽ ഇവന് പറ്റിയ ഒരുത്തനെ ദൈവം അവൻ്റെ വടക്ക് പുറത്ത്, അവൻ നിൽക്കുന്നതിൻ്റെ വടക്ക് വശത്ത് സൃഷ്ടിക്കും. അപ്പോൾ കണ്ടുകൊണ്ട് ചോദിക്കും, എന്താ ഇവിടെ നിൽക്കുന്നത്? പിന്നെ അവർ വർത്തമാനം പറഞ്ഞ് അങ്ങ് പൊക്കോളൂ. അപ്പം നിങ്ങൾ ഇറങ്ങിച്ചെല്ലരുത്, വിളിക്കരുത്. മനസ്സിലായില്ല? ദീർഘമായി ഓങ്കാരം ജപിക്കുക. ഒന്ന് നോക്ക്, പോകുന്ന കാണാം. ഒന്നുകിൽ അവൻ ബയേ മൂട്ട് അല്ലെങ്കിൽ ദഹിനേ മൂട്ട്. മനസ്സിലായില്ലേ?
ഇല്ലെങ്കിൽ ഭഗവാൻ അവന് പറ്റിയ ആളുകളെ കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ പൊക്കം കുറഞ്ഞിങ്ങനെ നിരന്ന് നിൽക്കുന്ന പോലെ ലംബാദഹനെ ഛോട്ടാ ഭായി ഏക് ലൈൻ മേ കദ്വാർ എന്ന് പറഞ്ഞ് നിൽക്കും. നിങ്ങളിവിടെ സ്വസ്ഥമായിരിക്കും. ഇതാണ് എൻ്റെ വഴി. യാതൊരു സംശയവുമില്ല. ഇതൊന്നും സംശയമില്ലാത്ത സാധനങ്ങളാണ്. ഒരുത്തിനെ ഒഴിവാക്കണോ? അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന്, നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങളുടെ കോശാന്തര ദേവതകളിലുണ്ടാകുന്ന ഒരു ഭാവരശ്മി, 360 രശ്മി സമൂഹങ്ങളുള്ള സൗരവും ആഗ്നേയവും ചന്ദ്രമസും ചേർന്ന രശ്മി. അതിലെ ചന്ദ്രമസുള്ള കുളിർമയുള്ള രശ്മി നിങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സഹസ്രാരത്തിൽ നിന്ന് പ്രവഹിക്കുമ്പോൾ സൂര്യചന്ദ്രാഗ്നി സ്പർശമായ ശബ്ദം കൊണ്ടുപോകുമ്പോൾ അവിടെ ചന്ദ്രമസിരിക്കുന്നിടത്തെ മൂലകന്ധത്തെ ഫണാഗ്രം കൊണ്ട് കുറേശ്ശെ ദ്രവിപ്പിക്കുന്നത് പോലുള്ളൊരനുഭൂതിയുടെ അംശത്തിൽ ആ രശ്മി സമൂഹങ്ങൾ പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ ഒന്നുകിൽ അവൻ നിങ്ങൾക്കനുഗുണമായി നിങ്ങളെ കേൾക്കാൻ ശ്രവണം ചെയ്യാൻ തയ്യാറാകുന്നവനായി മാറുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഥ്യമല്ലാത്തവനാണെന്നറിഞ്ഞ് ഓടുകയോ രണ്ടിലൊന്ന് ചെയ്യും. ഇതിനൊന്നും നിങ്ങളൊരു യുദ്ധത്തിനും പോകണം. സനാതനധർമ്മി ഒരു വടിയും എടുക്കണ്ട. അതൊക്കെ പാശ്ചാത്യന് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളാണ്. അത് സംരക്ഷിക്കാൻ ഒരു വടിയും വേണ്ട. അതിന് ഭാരതീയനാകണം. ആ രശ്മി സമൂഹത്തിൽ, ചന്ദ്രമസായിരിക്കുന്ന രശ്മി സമൂഹത്തിൽ ഉറച്ചു നിൽക്കുന്നവനായിരിക്കണം. അവൻ്റെ അന്ധക്കരണത്തിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ അപരൻ്റെ ഹൃദയത്തിനകത്തുണ്ടാക്കുന്ന പരിണാമ പ്രക്രിയകളാണ്. ഒന്നുകിൽ അവൻ്റെ ഓട്ടം, അല്ലെങ്കിൽ മര്യാദയ്ക്കുള്ള ഇരിപ്പ്. ഓടണോ ഇരിക്കണോ എന്നവൻ തീരുമാനിച്ചിരിക്കും. ഇതിലൊന്നും സംശയമില്ല. അതുകൊണ്ട് വളരെ നീട്ടി ഉച്ചരിക്കുക, അതാണ് പരിഹാരം. ദീർഘപ്രണവമുച്ചാര്യ മനോരാജ്യം വിജീയതേ. ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, അല്ല എൻ്റെ സ്വന്തമൊന്നുമല്ല. ദീർഘപ്രണവമുച്ചാര്യ മനോരാജ്യം വിജീയതേ. വളരെ എളുപ്പമാണ്. പഞ്ചദശീകാരൻ വിദ്യാരണ്യമുനി പറഞ്ഞിരിക്കുന്നതാണ്. വിദ്യാരണ്യമുനിയെ കേട്ടിട്ടുണ്ടാവുമല്ലോ. വിശ്വേശ്വരജിയുടെ വത്സല ശിഷ്യൻ. ബംഗാളിൽ നിന്ന് അമ്മയും അച്ഛനുമൊപ്പം തീർത്ഥാടനത്തിന് പോയൊരു കൊച്ചു കുഞ്ഞ് വിശ്വേശ്വരജിയുടെ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന പട്ടിൽ പൊതിഞ്ഞൊരു പുസ്തകം എടുത്ത് മുമ്പിലേക്ക് വെച്ചു. അച്ഛനും അമ്മയും പറഞ്ഞത്, സ്വാമിജിമാരുടെ പുസ്തകമാണ്, നീ എടുക്കാൻ പാടില്ല, നീ എന്താണ് ഈ കാണിക്കുന്നത്? അപ്പോൾ കുഞ്ഞ് ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് വിശ്വേശ്വരജി വന്നിട്ട് പറഞ്ഞു, അവൻ എടുക്കട്ടെ. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, മോനെ അത്. അപ്പോൾ അദ്ദേഹം ആ പട്ട് പൊതി അഴിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഇത് ഭഗവത്ഗീതയാണ്, ഇതിൻ്റെ ഇത്ര അധ്യായത്തിൻ്റെ ടീക്ക ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എഴുതിയതാണ്, ബാക്കി എഴുതാൻ വന്നതാണ്. അങ്ങനെയാണ് വിശ്വേശ്വരജിയുടെ ആശ്രമത്തിൽ ചേരുന്നത്. അച്ഛനമ്മമാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി പോവാം, നിങ്ങൾക്ക് ഇവനുമായുള്ള ബന്ധമൊക്കെ കഴിഞ്ഞു, ഇനി ഇവൻ ഇവിടുത്തെയാണ്, പൊക്കോളാൻ പറഞ്ഞു. അച്ഛനമ്മമാർ പോയി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എഴുതി പിടിപ്പിച്ച സത്യങ്ങൾ. അതിലേറ്റവും പ്രസിദ്ധമാണ് അദ്വൈത സിദ്ധി. അതിനാണ് ഗൗഡപാദീയ ടീക്കയുള്ളത്. വളരെ ഗംഭീരമായ ടീക്ക, ഗൗഡാനന്ദി. പാദീയല്ല, ഗൗഡാനന്ദി ടീക്ക.
ഒരു ജീവിതത്തിൽ പഠിക്കുമെങ്കിൽ ഏറ്റവും പഠിക്കേണ്ടത്. മധുസൂദന സരസ്വതി ഭാരതീയ അദ്വൈത വിജ്ഞാനത്തിൻ്റെ പരമവാക്കുകളിലൊന്നാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാരണ്യ മുനിയുടെ പഞ്ചദശിയിൽ പറയുന്നു. അതുകൊണ്ട് വളരെ നീട്ടി ഉച്ചരിക്കുക. വീണയുടെ സ്വരത്തിൽ, വീണയ്ക്കയുടെ സ്വരത്തിനകത്ത് ഛേദനയുണ്ട്. അതുകൊണ്ടാണ് സരസ്വതിയുടെ കയ്യിലും നാരദൻ്റെ കയ്യിലും ഉണ്ടെന്നാണ് പറയുന്നത്. ദേവദത്താമിമം വീണം സ്വരബ്രഹ്മ വിഭൂഷിതാം എന്ന് നാരദൻ തന്നെ സ്വയം പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രീയ വാദനം. എന്നാൽ വാദ്യോപകരണങ്ങളിൽ അതേ അചേതന ശബ്ദമുണ്ട്, അതുമുണ്ട്, കർണമധുരമെങ്കിലും. അതിൽ വായു കൊണ്ടുള്ളത്, തന്ത്രികൾ കൊണ്ടുള്ളത്, അങ്ങനെയൊക്കെ പലതുമുണ്ട്. ഇപ്പം കേൾക്കുന്നതൊക്കെ രാക്ഷസ ശബ്ദമാണ്. മനസ്സിലായില്ല? ഇപ്പം ഈ വഴിയൊക്കെ നാമസങ്കീർത്തന ഘോഷയാത്രയൊക്കെ ഉണ്ടാവും. അതിനകത്ത് അടിക്കുന്ന ശബ്ദമെല്ലാം ഒരുമാതിരി രാക്ഷസ ശബ്ദമാണ്. ആളുകൾക്ക് ഈ രാക്ഷസ ശബ്ദം ഇപ്പോൾ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ പുതിയ തരം ചില ഭജനകളൊക്കെ ഉണ്ട്. അടുത്ത കാലത്തായിട്ട് പഴയ സാമ്പ്രദായിക ഭജനയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? കഴിഞ്ഞ ദിവസം ഇതിലെങ്ങാണ്ട് പോകുമ്പോൾ സാമ്പ്രദായിക ഭജന എന്ന് പറഞ്ഞൊരെണ്ണം അല്പം കേട്ടു എന്ന് തോന്നുന്നു. മറ്റേത് ഇപ്പോൾ ഈ ഭജന പാടുന്നതും ഒരുമാതിരി രാക്ഷസ ശബ്ദത്തിലാണ്. ദൈവം പേടിച്ചു പോകും. കുറച്ച് ചെറുപ്പക്കാരിരുന്ന് മുട്ടി പാടുമ്പോൾ ദൈവം പേടിച്ചു ഓടുക. കാരണം പുതിയ ട്യൂണുകളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ശബ്ദത്തിലെ ചേതനയുള്ളത് അചേതനമായത്. വളരെ പ്രസിദ്ധരായ ഓംകാരനാഥ് തുടങ്ങിയ സംഗീതജ്ഞരും മറ്റും വാദ്യത്തിൽ സന്തുഷ്ടരല്ല. അവരുടെ അഭിപ്രായത്തിൽ വാദ്യം സംഗീതവിദ്യയുടെ സത്യം നശിപ്പിച്ചു എന്നാണ്. ഓരോരോ അവതരണത്തിലും ആരോഹണത്തിൽ അനേകം സ്വരങ്ങളുണ്ട്. എന്നാൽ വാദ്യത്തിൽ 1-2 സ്വരങ്ങൾ മാത്രമാണ്. അത് സംഗീത അധിഷ്ഠാത്രി ദേവി ഇവിടെ കൈയും കാലും വെട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് സംഗീതമല്ല എന്നവർക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ വൈരാഗ്യഹീനരും വിഷയികളുമായ മൂഢാത്മാക്കൾ സത്സംഗത്തിലും കൂടി ഇന്ന് അത്തരം സംഗീതത്തിൻ്റെയൊക്കെ മഹത്വം മാനിക്കുന്നു. അവ പുറപ്പെടുന്ന ദിക്കുകളിലെല്ലാം അന്തസാരവിഹീനങ്ങളായ കലഹങ്ങൾ, മഹാരോഗങ്ങൾ, മാരകങ്ങളായ അണുകൃമികൾ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്നവ. അങ്ങനെയുള്ളവർ പറയും, സ്വന്തം ശബ്ദത്തിന് വിലയില്ലാതെ വരുമ്പോൾ ഈ മൈക്കൊന്നും സമ്മതിക്കില്ല, മൈക്ക് ഞാൻ കൊണ്ടുവരുമായിരുന്നു, നിങ്ങളെ ഭ്രമിപ്പിക്കാവുന്നു, അതിലൂടെ സംസാരിക്കൂ. മൈക്കും ബോക്സും എല്ലാം കൊണ്ടുവരും. അല്ലാതെ ചെന്നിരിക്കുന്നിടത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ച് സംസാരിക്കില്ല. സംസാരിച്ചാൽ സംഗതി ഓടില്ല. ആ ശബ്ദങ്ങളുണ്ടെങ്കിൽ ഇവിടെ എല്ലാ അണുക്കളുണ്ടാവും. അത് കഴിയുമ്പോൾ ആളുകൾ രോഗികളാണ്, ഒരുതരം മയക്കത്തിൽപ്പെടും. അതൊരു പ്രത്യേകതരം അണുക്കളാണ്, വശ്യശക്തിയുള്ള അണുക്കൾ. അവയെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ കാണണമെങ്കിൽ അഥർവം എടുത്ത് പഠിക്കണം. അതിലൊക്കെ പെട്ട് കഴിയുമ്പോൾ പോകുമ്പോൾ ഉള്ള മനസ്സായിരിക്കില്ല, സ്വതന്ത്രമായിരിക്കില്ല, എല്ലാം വിട്ടിട്ടുണ്ടാവും.
രോഗങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളിലാണ് പെടുന്നത്. ആദ്യം രോഗം വരുമ്പോൾ ആലോചിക്കണം, ഞാൻ എവിടെ പോയപ്പോഴാണ് ഇത് കിട്ടിയത്. അങ്ങനെയൊന്നും ആലോചിക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ല. അതെല്ലാം വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ആലോചിക്കുമ്പോൾ പറയും അതൊക്കെ ശബ്ദത്തിൽ നിന്നുണ്ടാവും. ഇതിനെ ഗൃധ്രാഭിലാഷമെന്നാണ് പറയുന്നത്. കഴുകൻ്റെ അഭിലാഷം. സ്പർശനത്തിലും ചേതനാവിഭാഗമുണ്ട്. ശബ്ദത്തിലെയാ പറഞ്ഞത്. ഋഷി, മുനി, ഗുരു ആദിയായവരുടെ ചരണസ്പർശം ചേതനമാണ്. ഞങ്ങളുടെ ഒരു സ്വാമി പറഞ്ഞു നടക്കുന്നത് ഗുരുക്കന്മാരുടെ കയ്യിലൊന്നും ഒന്നുമില്ലെന്നാണ്, നിങ്ങളുടെ തലയിലെ എണ്ണ പറ്റുകയുള്ളതാണ്. ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് രോമം ഇല്ലെങ്കിലും രോമാഞ്ചം ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. ഉത്തമന്മാരായ ഗുരുക്കന്മാരുടെ ചരണസ്പർശം, മാതാപിതാക്കന്മാരുടെ ചരണസ്പർശം, ആ ചരണസ്പർശ രജ കൊണ്ട് എന്തുമുണ്ടാവും. സ്വയം അഹങ്കാരം കൊണ്ട് ഗുരുക്കന്മാരുടെ അടുക്കൽ നിന്ന് പഠിക്കുമ്പോൾ പോലും ആ ചരണസ്പർശത്തിനിട വന്നിട്ടില്ലെങ്കിൽ അസ്നാവരം വിരം കിട്ടേണ്ട അദൃഷ്ടവിദ്യകളൊന്നും കിട്ടില്ല. വിദ്യയുടെ അദൃഷ്ടലോകങ്ങളുണ്ട്, അത് പറഞ്ഞാൽ കിട്ടില്ല. അത് സ്പർശവിദ്യയാണ്. ഒക്കെ അത്തരം ഗുരുക്കന്മാരെ പോയി കാണണം. അവരുടെ പാദത്തിൽ പറ്റിയിരിക്കുന്ന ധൂളി കല്ലിനെ വരെ മാറ്റിമറിക്കുന്നതാണ്. രാമായണത്തിൽ നാവികൻ പറയുന്ന പോലെയാണ്. അധ്യാത്മരാമായണം മൂലത്തിലൊരു നാവികനുണ്ട്. രാമനെ വിദേഹൻ്റെ രാജധാനിയിലേക്ക് കടത്തുന്ന ഒരു നാവികൻ. രാമനും കൗശികനും ഒക്കൂടെ വരും. അവിടെ വില്ലൊടിക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. അതിലേക്ക് കയറാൻ നേരത്ത് പറഞ്ഞു, ഒന്ന് നിൽക്കാൻ പറഞ്ഞു രാമനോട്. രാമനാകെ അത്ഭുതപ്പെട്ടു. രാമനെ നോക്കി പറഞ്ഞു, ഒന്ന് നിൽക്ക്. ക്ഷളയാമി തവ പാദപങ്കജം നാഥ. ഹേ നാഥ, ഞാൻ അങ്ങയുടെ കാലൊന്ന് കഴുകിക്കോട്ടെ, എന്നിട്ട് വള്ളത്തെ കാല് വെക്കാവും. ക്ഷാളയാമി തവ പാദപങ്കജം നാഥ ദാരുദൃശതോ ഹിമന്തരം. ഈ തടിയും കല്ലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മാനുഷീകരണ ചൂർണമസ്മിതേ. അങ്ങയുടെ കാൽപാദങ്ങളിൽ ഒരു പൊടി പറ്റിയിരിപ്പുണ്ട്. ആ പൊടി മാനുഷീകരണ ചൂർണമാണ്. കല്ലെ ചവിട്ടിയാലും തടിയെ ചവിട്ടിയാലും മനുഷ്യനായി പോകുന്ന ഒരു ചൂർണം. ഇങ്ങനെ ഉണ്ടെന്നൊരു കഥ പ്രസിദ്ധമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ കാലൊന്ന് കഴുകിക്കട്ടെ. കാല് കഴുകിയിട്ട് എൻ്റെ തോണിയെ ചവിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ, ഈ തോണി എങ്ങാനും മുമ്പ് ചവിട്ടിയ കല്ല് പെണ്ണായ പോലെ എങ്ങാനും പെണ്ണായാൽ എൻ്റെ വയറ്റിപ്പഴപ്പാണ് പോകുന്നത്. അതുകൊണ്ട് അങ്ങ് അവിടെ ഒന്ന് നിൽക്കാൻ പറയുന്ന ഒരു രംഗം രാമായണം. ഈ മാനുഷീകരണ ചൂർണം ചിലരുടെ സ്പർശനം കൊണ്ടുണ്ടാവും. മീരയെ ഒരിക്കൽ സ്പർശിക്കുന്നൊരു ദുഷ്ടനുണ്ട്. ഒറ്റ സ്പർശനയുണ്ടായി. അതിൽ നിന്നുണ്ടായ പൊള്ളലുള്ളിലേറ്റപ്പോൾ അവൻ്റെ എല്ലാ ദൗഷ്ട്യവും പോയി. ചില ആളുകളുടെ സ്പർശം ഒന്ന് മതിയാവും, ചില ആളുകളുടെ ശബ്ദം മതിയാവും. നാദാനുസന്ധാനം ചെയ്ത് നാദ തന്മാത്രകളുടെ അങ്ങേത്തലത്തിലെത്തി നാദവിസ്മയം കൊണ്ട് സമസ്ത ലോകങ്ങളെയും വശ്യമാക്കുന്ന ആളുകൾ. അതുപോലൊന്നാണ് സ്പർശവിഭൂതി.
പ്രാണായാമം ചെയ്ത് ചെയ്ത് രസധാതുവിൻ്റെ 7 കലകളിലും സ്പർശത്തിൻ്റെ വിഭൂതികൾ കുത്തി നിറച്ച് ചെറിയൊരു സ്പർശം കൊണ്ട് രാക്ഷസനെ, പിശാചനെ മനുഷ്യനാക്കിയും മനുഷ്യനെ ദേവനാക്കിയും മാറ്റുന്ന വിഭൂതികളോടുകൂടിയ ആളുകൾ. അത്ര അനുഗ്രഹീതന്മാരുണ്ട് ലോകത്ത്. അത്തരം അനുഗ്രഹങ്ങൾ ചില നേരങ്ങളിൽ ലഭിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ ലഭിച്ചിട്ടേ ഇല്ലാത്തവരുണ്ട്. ഇതൊക്കെ ഒരുപാടുണ്ട്. അത്തരം ആളുകളുടെ സാമീപ്യത്തിലെത്തുമ്പോൾ ചരണസ്പർശനം ഛേദനമാണ്. എവിടെ മഹാത്മാക്കളിരുന്ന് തപസ് ചെയ്യുന്നു അമ്മാതിരി പവിത്ര സ്ഥാനങ്ങളുടെ സ്പർശനം. ഭാരതത്തിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. രാമപാദം, ശിവപാദം കേട്ടിട്ടുണ്ടാവും. മഹാരാഷ്ട്രയിൽ വജ്രേശ്വരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇല്ല. അനേകം ക്ഷേത്രങ്ങളുടെ സമുച്ചയമുള്ള ഒരു സ്ഥലമാണ് വജ്രേശ്വരി. അവിടെയാണ് ഭഗവാൻ നിത്യാനന്ദ ഭഗവാൻ ഇരുന്നരുളിയത്. ചൂടുവെള്ളമൊക്കെയുള്ള ഒരു സ്ഥലമാണ് വജ്രേശ്വരി. കേട്ടിട്ടില്ല? നിത്യാനന്ദ ഭഗവാൻ ഇരുന്ന സ്ഥലത്ത് അങ്ങനെയുള്ള ചില ആളുകൾ, തപസ്വികളായ ആളുകൾ ഇരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി ഒരാഴ്ചയൊക്കെ താമസിച്ച് കഴിയുമ്പോഴേക്ക് കുറേയൊക്കെ മനോമാലിന്യം മാറും. ചിലരവിടെ പോയി ചുരുമ്പോൾ മുഴുവൻ മാറും. എന്ന് പറഞ്ഞാൽ 2 ദേവതകളും തമ്മിൽ സാൽമ്യത്തിലായാൽ ഇതെല്ലാം മാറും. അത് സ്പർശം കൊണ്ടുണ്ടാകുക. വളരെ ഇതാണ്. ഇരുന്ന് തപസ് ചെയ്ത സ്ഥാനങ്ങളിൽ സ്പർശവും ഛേദനമാകുന്നു. ഗംഗാനദി തീർത്ഥങ്ങളുടെ സ്പർശം, അതാണ് ഗംഗയ്ക്കൊക്കെ ഭാരതം പ്രാധാന്യം കൊടുക്കുന്നത്. ഗംഗ, യമുന, സരസ്വതി, ഇതിനൊക്കെ വലിയ പ്രാധാന്യമാണ്. ശ്രവണൻ്റെ കഥ പ്രസിദ്ധമാണ്. ശ്രവണനെ കേട്ടിട്ടുണ്ടാവും. ശ്രവണൻ തൻ്റെ മാതാപിതാക്കളെ കാവടിമേലെടുത്ത് കൊണ്ടുകിടന്നയാളാണ്. പിതാവ് കണ്ണ് കാണാത്തവനാണ്, വൃദ്ധരാണ് അച്ഛനമ്മമാർ. അവർക്ക് തീർത്ഥാടനത്തിന് ഇച്ഛ തോന്നി. ഒരിക്കലൊന്ന് തീർത്ഥാടനം ചെയ്യണം. ശ്രവണൻ കാവടിയെ അവരെ എടുത്ത് തീർത്ഥാടനം നടത്തി. വടക്ക് ബദരിനാരായണൻ വരെ കൊണ്ടുപോയി. ജഗന്നാഥപുരിയിലും ദക്ഷിണത്തിൽ രാമേശ്വരത്വം വരെ കൊണ്ടുപോയി ശ്രവണൻ. മക്കളോട് ചിലപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ പറയും, ഒന്ന് ഇവിടെ കാണണം, അങ്ങനെ കൊണ്ടുപോകും. അന്ന് രാമേശ്വര ക്ഷേത്രം ഇന്നത്തെ പോലെ പണി കഴിച്ചിരുന്നില്ല. കാരണം രാമന് മുമ്പാണ് ദശരഥൻ്റെ ബാണം കൊണ്ട് ഈ അച്ഛനമ്മമാർ പരലോകം പ്രാപിച്ചത്. അതുകൊണ്ട് വളരെ വളരെ പണ്ട് കാലത്ത് തന്നെ രാമേശ്വരം പവിത്രമായിരുന്നു. അത് കഴിഞ്ഞ് ദ്വാരകയിലും പോയി, പടിഞ്ഞാറ്. അവിടെ നിന്ന് കച്ചിലേക്കുള്ള വഴിയിലൊരു ഗ്രാമം വന്നു. കച്ച്, ഇന്ന് കച്ചെന്നറിയപ്പെടുന്നിടത്തേക്കുള്ളൊരു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ പേര് വാടിയ ഗ്രാമമെന്നാണ്. അവിടെയുള്ളവർ ഇന്നും ശ്രവണൻ്റെ ഈ കഥ പറയും. വാടിയ ഗ്രാമത്തിന് മുൻപിൽ നാരായണ സരോവരവുമുണ്ട്. വാടിയ ഗ്രാമത്തിൽ ഭോജനം കഴിച്ചു. അമ്മ പറഞ്ഞു, പെട്ടെന്ന് നാരായണ സരോവരത്തിലേക്ക് പോകാം. ശ്രവണം പറഞ്ഞു, ഇന്നുവരെ നാം എവിടെയെല്ലാം നടന്നു, പ്രയത്നിച്ചു, അതിൻ്റെ കൂലി തന്നിട്ട് ഇനി പോയാൽ മതി. അമ്മയോടാണ് പറയുന്നത്. ശ്രവണനാണ് പറയുന്നത്. ഇതുവരെ ചുമന്നുകൊണ്ടിടുന്ന ശ്രവണൻ അച്ഛനെ അമ്മയോട് ഇരുത്തിയിട്ട് പറഞ്ഞു, കൂലി എടുക്കുക, എന്നിട്ട് പോകാം. അമ്മയാകെ വിഷമിച്ചു. ഇന്ന് വരെ ഇങ്ങനെ ഇവൻ സംസാരിച്ചിട്ടില്ല. അല്ലയോ ശ്രവണൻ, നിനക്കെന്തു പറ്റി? ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലെന്ന് നിനക്കറിയാം.
അതുകൊണ്ട് നീ എന്താണ് ഈ പറയുന്നത്? എനിക്കിപ്പോഴാണ് നിങ്ങളുടെ ധൂർത്തതയുടെ അറിവ് ലഭിച്ചത്. അതുകൊണ്ട് എൻ്റെ കൂലി തന്നിട്ട് പോയാൽ മതി. ചൂടായിട്ടാണ് പറയുന്നത്. അമ്മയാകെ ആലോചിച്ചു, ഇതെന്താ പറ്റി? അമ്മ തീരുമാനിച്ചത് സ്ഥലത്തിൻ്റെ പ്രഭാവമാണ്. ഇതുവരെ പെരുമാറാത്ത ഇവൻ ഇങ്ങനെ പെരുമാറിയത് ഈ സ്ഥലത്തിൻ്റെ പ്രഭാവം. അപ്പോൾ അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും മോനെ, നാരായണ സരോവരം വരെ ഞങ്ങളെ എടുക്കുക, നിൻ്റെ കൂലി മുഴുവൻ തന്നിട്ടേ ഇനി മുന്നോട്ട് പോകുന്നു. വളരെ ബുദ്ധിമതിയായ അമ്മ പറഞ്ഞു, കൂലി അവിടെ ചെന്നാൽ ഉടനെ തന്നേക്കണം, തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത് നാരായണ സരോവരത്തിലെത്തിയതും കൂലിയൊക്കെ മറന്നു. ഇത് നിങ്ങൾ കച്ചിൽ ചെന്നാൽ അവിടുത്തെ ആളുകളെല്ലാം, ഗ്രാമീണരെല്ലാം ഈ കഥ പറയും. അപ്പോൾ ചില സ്ഥലങ്ങൾക്കുണ്ട് ഈ കുഴപ്പം. പ്രഭാവമുള്ളതുപോലെ ദോഷമുണ്ട്. ചില ഏരിയയിലേക്ക് കയറിയാൽ ഭാര്യയും ഭർത്താവോട് കലഹം തുടങ്ങും. അപ്പോൾ തീരുമാനിച്ചോണം, ഇത് സ്ഥലത്തിൻ്റെ പ്രഭാവമാണ്. ആരെങ്കിലും ഒരാൾ തീരുമാനിക്കണം. അപ്പം മറ്റേ ആളിനോട് പറയണം, നമുക്ക് ബാക്കി കലഹം അടുത്ത സ്ഥലത്ത് ചെന്നാകാം. കലഹിക്കണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, അതിനും കലഹിക്കും. അതിനാണ് എളുപ്പവഴി. നമുക്കിപ്പോൾ ഇതിവിടെ അത്യാവശ്യമായതുകൊണ്ട് അപ്പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് അറ്റി കുറച്ചുകൂടെ നടത്താം. അവിടോട്ട് ഇറങ്ങുന്നതോടുകൂടി കുഴപ്പം തീരും. ഇങ്ങനെ സ്ഥലത്തിന് പ്രഭാവം ഉണ്ടെന്നാണ് പറയുക. ഇങ്ങനെയുള്ള കഥകൾ ഒരുപാടുണ്ട്. വരട്ടാറ് കിടന്നപ്പോൾ ലക്ഷ്മണൻ ഇങ്ങനെ രാമനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ദണ്ഡകാരണ്യ യാത്രയിൽ. വരട്ടാർ ഇതിലേം കണ്ട ഒഴുകുന്നത്. വരട്ടാറിന് ഇക്കരെ കിടന്നതും രാമനോട് നില്ലെവിടെയെന്ന് പറഞ്ഞു. രാമൻ ആകെപ്പെടെ അത്ഭുതപ്പെട്ടു, എന്തോ ഇവൻ പറയുന്നു. നിൽക്കാൻ, അവിടെ നിൽക്കാൻ. കുറേ നേരം ആയില്ലേ മുമ്പിൽ നടക്കുന്നതിന്, ഞാൻ മുമ്പിൽ നടക്കാം, പുറകോട്ടിറങ്ങിയിരിക്കാൻ പറഞ്ഞു. രാമൻ ഒരു അല്പം നടന്നിട്ട് പറഞ്ഞു, അനി ആ വഴി തെറ്റി, നമുക്ക് അക്കരെ കൂടിയാണ് പോകേണ്ടത്. അക്കരെ ഇറങ്ങി തന്നതാൻ പുറകിലോട്ട്. ഇത് ഈ സ്ഥലത്തിൻ്റെ പ്രഭാവമാണെന്നാണ്. സ്ഥലത്തിനിങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ സ്ഥലസ്പർശം. സമയം എന്തായി? ഇതൊന്നും ചോദിക്കാതെ ഞാനിങ്ങനെ അങ്ങ് അടിച്ചു വിട്ടു പോയി. 11:30 നമ്മുടെ സമയം. അല്പം താമസിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കൂട്ടിയെടുത്തു, എന്നിട്ട് മിണ്ടിയില്ല. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിലാകാം. ഇന്ന് അവസാനിപ്പിക്കും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. വോട്ട് ചോദിക്കാനൊന്നുമല്ലല്ലോ. രാഷ്ട്രീയ നേതാക്കന്മാരായതുകൊണ്ട് ഔചിത്യമൊന്നും ചിലപ്പോൾ കാണുകയില്ല. ഇനി ആളുണ്ടോ? നമ്മുടെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പാടില്ല. നല്ല കാര്യം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ ഇവിടുത്തെ മാത്രമല്ല, ഞാൻ ഒറ്റപ്പാലത്തെയും തപോവനം അക്കൂട്ടത്തിലൊരു ഇള ലോകം മടിയ